Good afternoon. Good Good afternoon. afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good 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 afternoon, 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 ma'am. 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 Good afternoon, 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 ma'am. Afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Hello, good afternoon, all. Good afternoon, Good ma'am. afternoon. Good Good afternoon, ma'am. afternoon, ma'am. Okay. So once again, good afternoon, all. Now let's start. Before that, ഞാൻ പറയാനുള്ള കാര്യം ഇടയ്ക്ക് വെച്ച് നിങ്ങൾ അൺമ്യൂട്ട് ചെയ്ത് എന്തെങ്കിലും ചോദിക്കരുത്. എന്തെങ്കിലും മീൻസ് നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് ലാസ്റ്റ് നമുക്കൊരു സമയം തരാം നിങ്ങൾക്ക് അത് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനായിട്ടുള്ളത്. അല്ലാത്ത പക്ഷം യു ജസ്റ്റ് മ്യൂട്ടിങ്, അല്ലെങ്കിൽ അതെല്ലാവർക്കും ഡിസ്റ്റർബ് ആകും. ഡിസ്റ്റർബൻസ് വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ക്ലാസ് എടുക്കാനും പറ്റില്ല, നിങ്ങൾക്ക് ഫോളോ ചെയ്യാനും പറ്റില്ല. ഓക്കെ, സോ അതൊന്ന് എല്ലാവരും ഓർത്തിരിക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരുന്നു എന്ന് എനിക്ക് ടീച്ചർ പറഞ്ഞിരുന്നു. ടീച്ചർ വന്ന് ക്ലാസ് എടുത്തപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരുപാട് പേര് ടീച്ചർ ഒരുപാട് പ്രാവശ്യം പറയുന്നുണ്ട് നിങ്ങളോട് മ്യൂട്ട് ചെയ്ത്, പക്ഷെ അവിടെ ഇവിടെയൊക്കെ ചില ആളുകൾ അത് ഓണാക്കി വെച്ചിട്ട് എവിടേക്കും നടക്കുകയാണ്. സോ അവർ ഈ പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കണ്ടാവില്ല. അപ്പൊ എന്ത് ചെയ്യും, അവിടെ ഇവിടെ കിടന്നിട്ട് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിരിക്കും. സോ നമുക്കത് ഡിസ്റ്റർബൻസ് ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. എല്ലാവരും അവിടെ മ്യൂട്ട് ചെയ്ത് വെച്ചേക്കുക, ആരും അൺമ്യൂട്ട് ചെയ്യേണ്ട. എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറൻസ് ഉണ്ടെങ്കിൽ, ഈ ടോപ്പിക് എടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ചോദിക്കാനും അതിനെ കുറിച്ചൊക്കെ പറയാനും ഒക്കെ ലാസ്റ്റ് നിങ്ങൾക്ക് ഒരു സമയം തരാം. നമ്മൾ പഠിപ്പിച്ച് തുടങ്ങി കുറച്ചങ്ങോട്ട് എത്തിയിട്ടല്ലേ സംശയങ്ങൾ വരുള്ളൂ. തുടങ്ങുമ്പോൾ തന്നെ സംശയമില്ലല്ലോ നമുക്ക്. ആൻഡ് ഐ തിങ്ക് യുവർ ഡൗട്ട്സ് റിഗാർഡിംഗ് ദ കോഴ്സ് ആൻഡ് ഓൾസോ ടോപ്പിക്സ്, എക്സാം, ഇതിനെ കുറിച്ചുള്ള ഡൗട്ട്സ് ഒക്കെ ഓൾറെഡി നമ്മൾ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ദോസ് ഹു ഹാവ് നോട്ട് വാച്ച്ഡ് ദാറ്റ് പർട്ടിക്കുലർ വീഡിയോ, യു ജസ്റ്റ് ഗോ ആൻഡ് സീ ഇറ്റ്. ആദ്യം തന്നെ അത് പോയി കാണുക, എന്നിട്ട് നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ആയിട്ട് ഇവിടെ വന്നിരിക്കുക. ചില ആളുകൾ അതൊന്നും കേട്ടിട്ടുണ്ടാവില്ല, ഇൻട്രൊഡക്ഷൻ ക്ലാസ്സേ കണ്ടിട്ടുണ്ടാവില്ല, ജസ്റ്റ് ഓടി വന്ന് ക്ലാസ്സിന് വേണ്ടി അറ്റൻഡ് ചെയ്തതുകൊണ്ടാണ് ഇന്നലെ ആ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാകാമെന്ന് എനിക്ക് തോന്നണേ. ഓക്കെ, അപ്പോ ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ട് എന്തോ പറഞ്ഞു. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത്. എങ്ങനെയാണ് യു ഹാവ് ടു കീപ് യുവർ നോട്ട്ബുക്സ്, എങ്ങനെയാണ് നിങ്ങൾക്ക് സിലബസ് അങ്ങോട്ട് സെൻഡ് ചെയ്യുമ്പോൾ നോട്ട്സ് സെൻഡ് ചെയ്തിട്ടുണ്ട്, എങ്ങനെ നിങ്ങളോട് ആ ടോപ്പിക്സിന്റെ ഒക്കെ പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കാൻ പറയുന്നു, നോട്ടുകൾ എങ്ങനെ കീപ്പ് ചെയ്യാൻ പറയുന്നു, ഇതെല്ലാം അവിടെ പറഞ്ഞതാ. ഇത് പകുതി മുക്കാലും കേട്ടിട്ടുണ്ടാവില്ല. എന്ത് ചെയ്യും, സ്കിപ്പ് ചെയ്ത് അത് എന്തൊക്കെയോ കണ്ടിട്ട് ഓടി വന്നിട്ട് പിന്നെ ഒരു 100,000 സംശയങ്ങളുണ്ട്. നിങ്ങൾക്ക് മാക്സിമം എന്തൊക്കെ ഡൗട്ട്സ് യു ഹാവ് അതിന് വേണ്ടിയിട്ട് നേരത്തെ തന്നെ നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് നമ്മൾ അതിനുള്ള സൊല്യൂഷൻസ് അങ്ങോട്ട് തന്നിട്ടുണ്ട് ഇൻ ദാറ്റ് വീഡിയോ. അതിൽ അവിടെയാണ് പറഞ്ഞേക്കുന്നത്. ഇനി എപ്പോഴെപ്പോഴും അത് പറഞ്ഞുകൊണ്ടിരിക്കാൻ സമയമൊന്നുമില്ല. ബിക്കോസ് നിങ്ങൾക്ക് ഒരുപാട് എന്താ പറയാ, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൊഡ്യൂൾ യു ഹാവ് ടു കംപ്ലീറ്റ് 35 ചാപ്റ്റേഴ്സ് വിച്ച് വിൽ ബി ഡിവൈഡഡ് അമംഗ് ദ ടീച്ചേഴ്സ് ആൻഡ് ദെയർ അലോട്ടഡ് ടോപ്പിക്സ് വിൽ ബി മെയ്ഡ് ബൈ ദം. അവർക്ക് കുറെ പേർക്കൊക്കെ എല്ലാവർക്കും ടീച്ചേഴ്സിന് അലോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവര് അവരുടേതായ രീതിയിൽ അവരുടെ ടോപ്പിക്സ് എടുത്ത് തീർത്തോളും. നിങ്ങൾ അപ്പൊ ഓരോ ആഴ്ചയും ഓരോ ദിവസവും വന്നിട്ട് ഓരോ ടീച്ചേഴ്സിനോടും ഓരോ ഡിഫറെന്റ് ആയിട്ടുള്ള ഈ നിങ്ങളുടെ ടോപ്പിക്കിനെ സംബന്ധിച്ച ഡൗട്ട്സ് യു ഹാവ് ടു ക്ലിയർ ഫ്രം ദം. അവരിൽ നിന്ന് തന്നെ നിങ്ങൾ ക്ലിയർ ചെയ്യാൻ നോക്കുക. അല്ലാത്ത മറ്റെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ അവിടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എന്നോട് ചോദിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് മറ്റു കാര്യങ്ങൾ റിലേറ്റഡ് ടു ദ ടോപ്പിക് അല്ലാത്തതായിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ വരുമ്പോൾ അത് നോട്ട് ചെയ്ത് വെച്ചേക്കാം. എന്നിട്ട് എന്റെ ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങൾ അത് എന്നോട് ചോദിക്കാം. എല്ലാവരോടും ചോദിച്ചാൽ യു വിൽ ഗെറ്റ് ഡിഫറെന്റ് ആൻസേഴ്സ്. ദാറ്റ് വിൽ നോട്ട് സോൾവ് യുവർ ഡൗട്ട്സ്.
ഓക്കെ, പലരോടും ചോദിക്കുമ്പോൾ പല ഉത്തരമായിരിക്കും വരിക. ഒരാളോട് ചോദിച്ചാൽ എല്ലാവർക്കും കൂടി വേണ്ടിയിട്ട് ഒരാള് സംസാരിച്ചോളൂ. പലരോട് ചോദിച്ചാൽ പല ഉത്തരങ്ങൾ തരും. അപ്പൊ നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ആവില്ല, ഒന്നുകൂടി കൂടുതലും. അപ്പൊ അവിടെ ഒരു സൊല്യൂഷൻ ഉണ്ടാവില്ല. ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്താലും ഡൗട്ട്സ് വിൽ നോട്ട് ബി ക്ലിയർ. സോ അതൊന്ന് ഓർക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരുപാട് ഡിസ്റ്റർബൻസ് ഉണ്ടായെന്ന് ടീച്ചർ പറഞ്ഞു എന്നോട്. അപ്പൊ അതും കൂടി പറയാൻ വേണ്ടിയിട്ടാണ്. നമ്മളുടെ കാര്യങ്ങളും നിങ്ങൾ അറിയണം. നിങ്ങൾക്ക് അറിയാനുള്ള കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ പോരല്ലോ. ഓക്കെ, ടീച്ചർക്ക് അപ്പൊ എന്താ പറയാ, നമുക്ക് ഉദ്ദേശിക്കുന്ന അത്രയും ടോപ്പിക് കവർ ചെയ്യാൻ പറ്റില്ല. ഒരു അവറില് ഞങ്ങൾക്ക് ഒരു ഇതുണ്ട്, നമ്മള് ഇത്രയും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അസംഷൻ ഉണ്ട് നമുക്ക്. അത്രയും ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അപ്പൊ അതുപോലെ എടുക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം അവിടെ ഡിസ്റ്റർബൻസ് ഉണ്ടായി എന്നുള്ളതാണ് പല രീതിയിലും. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആദ്യം ടോപ്പിക് എത്രയാണോ ടീച്ചർ ഒന്ന് എടുക്കുന്നതെന്ന് വെച്ചാൽ അത് ഒരു പാർട്ട് വരെ, ഒറ്റയടിക്ക് 1 hour ഒന്നും എനിക്ക് പറയാൻ പോകുന്നില്ല. ഒരു പാർട്ട് വരെ എടുത്തു കഴിയുമ്പോൾ ടീച്ചർ നമുക്ക് സ്റ്റോപ്പ് ചെയ്യും. ആൻഡ് നിങ്ങൾ അന്നേരം ടീച്ചേഴ്സിനോട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ആ സമയം ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം. ആൻഡ് ആസ് സൂൺ ആസ് പോസിബിൾ യു ഹാവ് ടു മ്യൂട്ട് ഇറ്റ്. ചോദ്യം നിങ്ങളുടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അത് മ്യൂട്ട് ചെയ്യുക, എന്നാലും ദേ ക്യാൻ ആൻസർ. ഓക്കെ, അത്ര കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക, ശ്രദ്ധിച്ചിരിക്കുക എന്നുള്ള കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അല്ലാതെ പറ്റില്ല, ഈ ക്ലാസ് മുന്നോട്ട് പോയില്ല. ഓക്കെ, ക്ലിയർ ആണോ എല്ലാവർക്കും? നിങ്ങളും ഞങ്ങളും ഒരുമിച്ച് നിങ്ങൾ കോപ്പറേറ്റ് ചെയ്താൽ മാത്രമേ നമുക്കത് മുന്നോട്ട് കറക്റ്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്താ പറയാ, കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ടീച്ചേഴ്സ് കുറച്ച് 2 പേര് ഓൾറെഡി ക്ലാസ്സസ് എടുത്തു കഴിഞ്ഞു. ആൻഡ് ഹൗ വാസ് ദ ക്ലാസ്? എങ്ങനെയായിരുന്നു ക്ലാസ്? നല്ല ക്ലാസ് ആയിരുന്നു. ഓക്കെ ആയിരുന്നു, കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല. ഓക്കെ, അപ്പൊ എല്ലാവരും നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, നിങ്ങളൊക്കെ ഒരുപോലൊക്കെ തന്നെയാ. നിങ്ങളതൊന്ന് ഫോളോ ചെയ്യണമെങ്കിൽ ഈ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക. ക്ലാസ്സുകൾ മാത്രം എന്താ പറയാ, നിങ്ങളുടെ ഭാഗത്ത് മാത്രം നമുക്ക് ക്ലിയറൻസ് വരണമെങ്കിൽ ഇവിടെ നമ്മൾ എല്ലാവരും ഒരുപോലെ എന്താ പറയാ കോപ്പറേറ്റ് ചെയ്യണം എന്നുള്ളതാണ് പറയാനുള്ള കാര്യം. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഭയങ്കര ഒച്ചപ്പാടായിരുന്നു എന്നുള്ളത് എന്നോടൊന്ന് പറയാനായിട്ട് ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്കും അവർക്കും എന്താ പറയാ, എല്ലാവർക്കും കൂടെയുള്ള ഒരു ഇന്റർമീഡിയറ്റ് പോലെയാണ് ഞാൻ പറയാം. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾക്ക് എന്നോട് പറയാം, ടീച്ചേഴ്സും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ എന്നോടാ പറയാ. സോ ഐ ഹാവ് ടു ഗിവ് യു ദ ഇൻസ്ട്രക്ഷൻസ് അക്കോർഡിംഗ് ടു ദാറ്റ്. അവർ പറയുന്നത് പോലെ എനിക്കും ഇൻസ്ട്രക്ട് ചെയ്യേണ്ടി വരും നിങ്ങളോട്. അപ്പൊ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഗിവ് ആൻഡ് ടേക്ക് ആയിട്ടാണ് നമ്മൾ പോകുന്നത് ഒരുമിച്ച്. അപ്പൊ ടീച്ചേഴ്സിന് വേണ്ടിയിട്ട് ഇനിയും പറയാണ്, ഓരോ ടീച്ചേഴ്സിനും വേണ്ടി ഓരോ നോട്ട് ബുക്കുകൾ കീപ്പ് ചെയ്യാം. ആ നോട്ട് ബുക്കുകൾ അക്കോർഡിംഗ് ടു യുവർ ടൈം ടേബിൾ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടാകുമായിരിക്കും. ഇല്ലെങ്കിൽ ഇന്ന് തന്നെ കിട്ടും. അവിടെ ഒരു ക്ലോസ് പറയാണ്, ഇഫ് ക്ലോസ് ആണ്. ഇപ്പൊ തന്നിട്ടില്ലെങ്കിൽ ഇഫ് it is not provided, it will be given as soon as possible. ഇപ്പൊ തന്നെ കഴിയുന്ന ഇവിടെ എന്തൊക്കെയോ ടെക്നിക്കൽ ഇഷ്യൂസും ഒക്കെ ഉള്ളതുകൊണ്ട് എന്താ പറയാ, അതിന്റെ ഒരു ഇതായതുകൊണ്ടായിരിക്കാം ചില കാര്യങ്ങൾ ഇന്ന് ഡിലേ ആയി എന്ന് പറയുന്നുണ്ട്. എനിക്കറിയില്ല അത് എന്തിനെ കുറിച്ചിട്ടാണെന്ന്. അപ്പൊ അവരത് ക്ലിയർ ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ടൈം ടേബിൾ തരുന്നതായിരിക്കും. അപ്പൊ ടീച്ചേഴ്സിന്റെ പേര് വെച്ചിട്ടാണ് ടൈം ടേബിൾ തരിക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ച് നോട്ട്ബുക്ക് അവിടെ കീപ്പ് ചെയ്യുക. അവിടെ എന്താ അതുകൊണ്ടുണ്ടാകുന്ന ഡിഫിക്കൽട്ടി എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. സംബഡി ഹാസ് ടൈപ്ഡ് സംതിങ് ഹിയർ. അതിനെ റിലേറ്റ് ചെയ്ത് എന്തോ ഒരു നോട്ടിനെ കുറിച്ച് എന്തോ ആരും ഇവിടെയോ എന്തോ ടൈപ്പ് ചെയ്തിരുന്നു. ആരായിരുന്നു അത്? അന്ന് ചോദിക്കാമോ എന്നോട്? അതപ്പോ തന്നെ ക്ലിയർ ചെയ്ത് പോയി. എന്തോ നോട്ടിനെ സംബന്ധിക്കുന്ന എന്തോ ഒരു ഡൗട്ട് ചോദിച്ചിരുന്നു ആരോ. അത് അശ്വതി മാം ഇന്നലെ നമ്മളോട് ക്ലാസ് എടുത്തിട്ട് നോട്ട്സ് സെപ്പറേറ്റ് ഇട്ട് തരാന്ന് പറഞ്ഞായിരുന്നു. നോട്ട്സ് സെപ്പറേറ്റ് ഇട്ട് തരാന്നോ? ഇപ്പൊ ഇന്നലെ മാം എടുത്ത സബ്ജക്റ്റിന്റെ നോട്ട് ഇട്ട് തരാമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ അപ്ലോഡ് ചെയ്തേക്കണത് ഓൺലൈൻ ക്ലാസ് മാത്രമാണ് അപ്ലോഡ് ആയേക്കുന്നത്. എടാ, ഓൺലൈൻ ക്ലാസ്സും പിന്നെ നിങ്ങൾക്ക് ഈ ടോപ്പിക്കുകളുള്ള നിങ്ങളുടെ ബുക്കിന്റെ, അതായത് ടെക്സ്റ്റ് ബുക്കിന്റെ ആ പ്രിന്റ് ഔട്ടുകളാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ നോട്ട്സ് ആയിട്ട് സെൻഡ് ചെയ്തിരിക്കുന്നത്. മാം ഒരു ഡൗട്ട് ചോദിക്കട്ടെ? നമുക്ക് നോട്ട്ബുക്കിന്റെ ആണോ ഇതിൽ പഠിപ്പിക്കുന്നത്? കാര്യം നമുക്ക് നോട്ട്ബുക്കിൽ തരുന്ന അതേ പ്രിന്റ് ഔട്ട് അല്ല നമുക്ക്. കാര്യം നോട്ട്സ് തന്നിരിക്കുന്ന പ്രിന്റ് ഔട്ടും ഇന്നലെ പഠിപ്പിച്ച പ്രിന്റ് ഔട്ടും തമ്മിൽ വ്യത്യാസമുണ്ട് മാം. ഇന്നലെ അശ്വതി മാം എക്സ്ട്രാ നോട്ട്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ക്ലാസ്സിൽ എല്ലാവരും ബഹളം വെക്കുന്ന കാരണം, സൗണ്ടിന്റെ പ്രശ്നം കാരണം ഇപ്പം ഗൂഗിൾ ഡ്രൈവില് ക്ലാസ് നമുക്ക് ഗൂഗിളിനകത്ത് നോട്ട്സ് ഇടാന്ന് പറഞ്ഞെങ്കിലും അത് സെറ്റ് ആവാതുകൊണ്ട് ആ സാറ് നമുക്ക് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ ആ ഗ്രൂപ്പിൽ ഇട്ടിരിക്കുന്ന നോട്ട്സും ഇന്നലെ നമുക്ക് പഠിപ്പിച്ച നോട്ട്സും തമ്മിൽ വ്യത്യാസമുണ്ട്. അതെങ്ങനെ? നമുക്കെന്ന് വെച്ചാൽ ഈ അശ്വതി മിസ്സിന്റെ കാര്യമാണോ പറയണേ? അല്ല മാം, ഇന്നലെ നമുക്ക് അശ്വതി മിസ്സിന്റെ കാര്യമാണോ?
അല്ല ഇന്നലെ ഇന്നലത്തെ ക്ലാസ്സിൽ കേറാൻ കഴിഞ്ഞില്ല മാം. അശ്വതി മിസ് ഇന്നലെ ഏത് ചാപ്റ്റർ എടുത്തേ? അശ്വതി മിസ് ഇന്നലെ എടുത്ത ചാപ്റ്റർ നമുക്ക് ചാപ്റ്റർ 3.1 എടുത്ത മാനേജ്മെന്റ് ഓഫ് വില്ലേജ് വേസ്റ്റ്. അശ്വതി മിസ് സിസ്റ്റം ഇൻ ഇന്ത്യ. ഒരു മിനിറ്റ് മാനേജ്മെന്റ് ഒരു മിനിറ്റ് വെയിറ്റ്. അശ്വതി മിസ് എടുത്ത ടോപ്പിക് അല്ലാതെ ശരണ്യ മിസ് ആണ് മാനേജ്മെന്റ്. അശ്വതി മിസ് അശ്വതി മിസ് ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ, ആയുഷിന്റെ. അതാണ് അശ്വതി മിസ് എടുത്തത്. ഇനി ഹെൽത്ത് കെയർ സിസ്റ്റം ഓഫ് ഇന്ത്യയുടെ നോട്ടല്ലേ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്? നമുക്ക് നോട്ട് ഇന്നലെ എല്ലാവരും സൗണ്ട് എടുക്കുന്നോണ്ട് നോട്ട് സെപ്പറേറ്റ് തരാമെന്ന് പറഞ്ഞു. ഒരു മിനിറ്റ് നിങ്ങൾ ഹലോ എക്സ്ക്യൂസ് മീ മാം, ഞാൻ ക്ലിയർ ചെയ്തുതരാം മാം. ഹലോ എക്സ്ക്യൂസ് മീ, ഞാൻ ക്ലിയർ ചെയ്തുതരാം. നിങ്ങൾ സൗണ്ട് ചെയ്യണ്ട. കുറച്ച് ഡീറ്റെയിൽഡ് ആയി പറഞ്ഞിരുന്നു. അതായത് നിങ്ങളുടെ നോട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ പ്രിന്റഡ് നോട്ടാണ്. നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യാം. ആൻഡ് ഇഫ് എനിത്തിങ് ഈസ് ടു ബി ഗിവൺ എക്സ്ട്രാ, അത് ക്ലാസ്സിൽ എക്സ്ട്രാ നോട്ട് സെൻഡ് ചെയ്യുന്ന കാര്യം ഇവിടെ ഇത്രയും നാള് ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, ക്ലാസ്സിൽ എന്തെങ്കിലും ഒരു എക്സ്റ്റെൻഡഡ് നോട്ട് തരണമെങ്കിൽ അങ്ങനെ ഒരു നോട്ട് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് എനിക്കറിയില്ല. നമുക്കിവിടെ നിങ്ങൾക്ക് ചാപ്റ്റർ വൈസ് ഉള്ള നോട്ടുകൾ 1 to 35 ചാപ്റ്റേഴ്സിന്റെ നോട്ട്സ് കിട്ടിയോ? ഒറ്റ ആൻസർ പറഞ്ഞാൽ മതി. കിട്ടിയോ? അത് കിട്ടി. ഓക്കെ, അവിടെ വെയിറ്റ്. അത് കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കിട്ടേണ്ടത് എന്താണെന്നറിയോ? നമ്മളുടെ ക്ലാസ് ആണ്. ക്ലാസ് കഴിയുമ്പോൾ ക്ലാസ്സിനകത്തോ അല്ലെങ്കിൽ ക്ലാസ് ഇൻ ബിറ്റ്വീനോ ആഫ്റ്റർ ദ ക്ലാസ് ഒരു ലാസ്റ്റ് 5 or 10 മിനിറ്റ്സോ അവിടെ എടുത്ത ഏതെങ്കിലും വേർഡ്സിനെയോ ഏതെങ്കിലും ടെക്നിക്കൽ ടേംസോ ഒക്കെ ഡിഫൈൻ ചെയ്യാനോ അതെന്താണെന്ന് ഒന്ന് എഴുതി വെക്കാനോ മലയാളത്തിൽ എന്തെങ്കിലുമൊക്കെ നോട്ട് എഴുതി വെക്കാനോ ഒക്കെ ആണെങ്കിൽ അത് ക്ലാസ്സിൽ തന്നെയാണ് പറഞ്ഞു പോകുന്നത്. അതെ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് ദ ഗിവൺ പ്രിന്റഡ് നോട്ടാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക്. ടെക്സ്റ്റ് ബുക്ക് നിങ്ങളുടെ ജില്ലയിലായതുകൊണ്ട് നമ്മൾ അതെല്ലാവരും വിളിച്ചിട്ട് പ്രൊവൈഡ് ചെയ്യാന്നുള്ളത് അത് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ട് എല്ലാവരും ചെയ്യുന്ന പോലെ ഇപ്പൊ എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെയാണ്. ഈ നോട്ട്സ് നമ്മൾ 35 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൊഡ്യൂളുകളുടെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പൊ ഓരോ ടീച്ചേഴ്സ് അവരുടെ ക്ലാസ്സിൽ കയറുമ്പോൾ ടീച്ചർ പറയും ഐ ആം ഗോയിങ് ടു ടേക്ക് ദിസ് ചാപ്റ്റർ. ആ ചാപ്റ്റർ മാനേജ്മെന്റ് ഓഫ് വില്ലേജ് വേസ്റ്റ് ആണ് എന്ന് പറയുമ്പോൾ ആ ചാപ്റ്ററിന്റെ പോയി പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കാം. ഫസ്റ്റ് ക്ലാസ്സിൽ അത് അവൈലബിൾ അല്ല എന്ന് എനിക്കറിയാം. ഇപ്പൊ എന്റെ ചാപ്റ്റർ നിങ്ങൾ എടുത്തിട്ടില്ല, ഞാൻ ഏത് ചാപ്റ്റർ പഠിപ്പിക്കാൻ പോണേന്ന് എന്താ പറയാ നമുക്ക് വർഷീട്ടൊന്നും നോക്കി തീരുമാനിക്കാൻ പറ്റുന്ന കാര്യമല്ല. അത് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം, എല്ലാവർക്കും അറിയാം. ഓക്കെ, ഇന്നത്തെ ക്ലാസ് കഴിയല്ലോ. ഇന്നൊരു ഇന്ന് ഫസ്റ്റ് ക്ലാസ് ആണ്. ആഫ്റ്റർ ദിസ് ക്ലാസ് യു ക്യാൻ ടേക്ക് ദ പ്രിന്റ് ഔട്ട് ഓഫ് മൈ ക്ലാസ്. അതെന്താണെന്ന് നിങ്ങൾ പോയി പ്രിന്റ് ഔട്ട് എടുക്കുക, എന്നിട്ട് അത് വായിച്ചു നോക്കുക. ഇന്നതില്ലാന്ന് എനിക്കറിയാം. നെക്സ്റ്റ് ഓൺവേർഡ്സ് ഇനി എന്റെ ഒന്നാമത്തെ ചാപ്റ്റർ കഴിഞ്ഞു, അടുത്ത ചാപ്റ്റർ ഐ എം ഗോയിങ് ടു ടേക്ക് ദിസ് ചാപ്റ്റർ. ഓരോ ടീച്ചർമാര് പറയും, അവര് ഒരു ചാപ്റ്റർ തീർന്നു കഴിയുമ്പോൾ അടുത്ത ചാപ്റ്റർ ഏതാ എടുക്കാൻ പോണെന്ന് അവർ പറയും. അപ്പൊ ബിഫോർ ദാറ്റ് യു ക്യാൻ കളക്ട് ദ പ്രിന്റ് ഔട്ട്സ്. ഓക്കെ, മനസ്സിലാവണ്ടോ കാര്യങ്ങൾ പറയുന്നത്? നിങ്ങൾ വെറുതെ ടെൻഷൻ ആവണ്ട. പിന്നെ എക്സ്ട്രാ നോട്ട് ഇവിടെ അപ്ലോഡ് ചെയ്യുന്ന കാര്യം എനിക്കറിയില്ല. ഞാൻ ടീച്ചറിനോട് ചോദിക്കട്ടെ എന്താണ് ഉദ്ദേശിക്കുന്നത്. ടീച്ചർക്ക് എന്തെങ്കിലും ഇടയ്ക്ക് തരാനുണ്ടെങ്കിൽ അത് ക്ലാസ് ടൈമിൽ ഇവിടെ തന്നെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറയാം. ആൻഡ് യു ഹാവ് ടു ഗിവ് ഹർ ടൈം ഫോർ ദാറ്റ്. നിങ്ങൾ അതിനെ അവരെ അനുവദിക്കണം. നിങ്ങൾ ഡിസ്റ്റർബ് ആക്കി കഴിഞ്ഞാൽ അത് തന്നെയാ പറഞ്ഞ. അപ്പൊ മിസ്സിന്റെ ക്ലാസ്സിലാണ് നിങ്ങൾ ഒച്ച ഉണ്ടാക്കിയത്. ഭയങ്കര ഒച്ച കാരണം ടീച്ചർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ തന്നെ മര്യാദയ്ക്ക് പറ്റിയില്ല എന്നാണ്. സോ യു ജസ്റ്റ് കീപ് ക്വയറ്റ് ആഫ്റ്റർ മ്യൂട്ടിങ് യുവർ സൗണ്ട്. അതൊന്ന് നിങ്ങളൊന്ന് ആക്കി കൊടുക്കാം. അപ്പോഴേ ടീച്ചർക്ക് മര്യാദയ്ക്ക് എടുക്കാനും നമ്മൾ ഉദ്ദേശിക്കുന്ന ടോപ്പിക്സ് കംപ്ലീറ്റ് ചെയ്യാനും അതിന്റെ നോട്ട്സ് ക്ലാസ് ടൈമിൽ എന്നോട് എടുക്കാനും പറ്റുള്ളൂ. എക്സ്ട്രാ നോട്ട് അവിടെ കൊടുത്ത് അതൊന്നും നടക്കുന്ന കാര്യമൊന്നുമല്ല. ഓക്കെ, അവർക്ക് ഇഷ്ടംപോലെ വേറെ പണിയുണ്ട്. നിങ്ങൾക്ക് ഓരോ ക്ലാസ് നോട്ട്സ് സെൻഡ് ചെയ്യണം, ഈ ക്ലാസ് റൂമിന്റെ ഈ പറഞ്ഞ വീഡിയോസ് സെൻഡ് ചെയ്യണം. റെക്കോർഡഡ് ക്ലാസ് കാണാത്തവരുണ്ടല്ലോ, ഐ തിങ്ക് അറൌണ്ട് 1000 കുട്ടികൾ കയറിയിട്ടുണ്ട്. ലൈവ് ക്ലാസ്സിൽ കയറുന്നത് ഐ തിങ്ക് ഇറ്റ് ഈസ് നൗ 228 സ്റ്റുഡൻസ് ആണ് കയറിയിട്ടുള്ളൂ. ബാക്കിയുള്ളവര് റെക്കോർഡഡ് ക്ലാസ് കാണാനായിരിക്കണേ. സോ അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇത് അപ്ലോഡ് ചെയ്യണം. ആൻഡ് ഇറ്റ് മേ ബി യൂസ്ഫുൾ ടു യുവർ സെൽഫ്. നിങ്ങൾക്കും അത് ചിലപ്പോൾ യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവര് എന്താ പറയാ ഇത്രയും പണിയൊക്കെ അവർക്കുണ്ട്. ഓരോ ക്ലാസ്സുകൾ അത് ഒത്തിരി ബാച്ചസ് ഉണ്ട്. നമ്മൾ ഒരു ബാച്ച് അല്ലാന്ന് ഓർക്കുക. അവർക്ക് ഒരുപാട് ജോലി അവിടെ വേറെ ഉണ്ട്. ഓക്കെ, ഇനി എന്തെങ്കിലും ക്ലാസ് ഉണ്ടെങ്കിൽ ടീച്ചറോട് ഞാൻ പറഞ്ഞോളാം. അതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. ഞാൻ അതവിടെ അതനുസരിച്ച് അവരെ ഡീൽ ചെയ്ത് പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. ക്ലിയർ?
ഓക്കെ മാം. Okay, so now let's move to our chapter. അപ്പൊ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് മേഡം മേഡത്തിന് സീൻ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, കാണാൻ പറ്റുന്നില്ലല്ലോ. ആർക്കും കാണാൻ പറ്റുന്നില്ലേ? സ്ക്രീൻ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്, കാണുന്നുണ്ടോ? സ്ക്രോൾ ചെയ്യുന്നത് കാണുന്നുണ്ടോ? സ്ക്രോളിംഗ് ചെയ്യുന്നത് കാണുന്നുണ്ടോ? പറയാൻ പോണ ഇനി ആരും മ്യൂട്ട് ചെയ്യാതെ. ഇത്രയും നേരം പറഞ്ഞത് മലയാളത്തിലല്ലേ? മേഡത്തിനെ കാണാൻ പറ്റുന്നില്ല എന്നാ പറഞ്ഞേ, ക്ലാസ് കാണാൻ പറ്റുന്നില്ല. So you have to just leave the call and again join once again. നമ്മളുടെ മാത്രം പ്രശ്നം കൊണ്ടായിരിക്കാം, ഒരാൾക്ക് മാത്രം കാണാൻ പറ്റുന്നില്ലെങ്കിൽ അത് നമ്മുടെ നെറ്റിന്റെ പ്രശ്നം അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. അപ്പൊ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ലീവ് ചെയ്തിട്ട് റീജോയിൻ ചെയ്യും, അപ്പൊ ക്ലിയർ ആയിക്കോളും. മേഡം ക്ലാസ് അപ്പൊ ഇന്നലെ ഉണ്ടായിരുന്നതിൽ കേറാൻ കഴിഞ്ഞില്ല. ഡെയിലി ക്ലാസ് ഉണ്ടോ അപ്പൊ? ഒരു മിനിറ്റ്, ആരാ ചോദിച്ചേ? റംലാണോ ചോദിച്ചേ? റംല. അതെ, ഇന്നലത്തെ ക്ലാസ് കേറാൻ കഴിഞ്ഞില്ല. ഇന്നലത്തെ ക്ലാസ് കേറിയില്ല, ഇൻട്രൊഡക്ഷനിൽ കേറി, ഫസ്റ്റ് ദിവസം കേറിയിരുന്നു. കേറിയിരുന്നു, ഫസ്റ്റ് ദിവസം കേറിയിരുന്നു. കേറിയിരുന്നു. ഞാൻ വ്യക്തമായി എല്ലാ കാര്യവും പറഞ്ഞല്ലോ. എന്ന് മുതൽ എന്ന് വരെയാണ് ക്ലാസ് എന്ന് പറഞ്ഞല്ലോ, കേട്ടിരുന്നില്ലേ? അല്ല, ഇന്നലെ മൺഡേ ടു ഫ്രൈഡേ എന്ന് പറഞ്ഞിട്ട് ഇന്നലെ ക്ലാസ് ഉണ്ടായല്ലോ, അതാണ് ഡൗട്ട്സ് ചോദിച്ചേ. മൺഡേ ഫ്രൈഡേ ആണെന്ന് പറഞ്ഞില്ലേ, ഇന്നലെ ഉണ്ടായി. ഇന്നലെ ഉണ്ടായിന്ന് പറഞ്ഞു ക്ലാസ്, അത് അതിന് കേറിയില്ല. മൺഡേ ടു ഫ്രൈഡേ മീൻസ് മൺഡേ തുടങ്ങി ഫ്രൈഡേ വരെ ഉണ്ട്. ഓക്കെ സോറി. മൺഡേ ടു ഫ്രൈഡേ വരെ ഉണ്ട്. ഞാൻ മൺഡേ ഫ്രൈഡേ മാത്രമായിരുന്നു. അല്ല എനിക്ക് മിസ്സായത്. ഓക്കെ. എക്സ്ക്യൂസ് മീ മാം, ഞാനൊരു കാര്യം പറയട്ടെ. അതുപോലെ ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്നിടയിൽ നിങ്ങൾക്ക് ക്ലിയർ ആയോ അല്ലെങ്കിൽ ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ എല്ലാവരും കൂടെ മൈക്ക് ഓൺ ആക്കി ക്ലിയർ ആയി മാം, ഓക്കെ ആണ്, അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. മെസ്സേജ് അയച്ചാൽ മതി. ഇതെല്ലാരും യെസ് അങ്ങനെ ചെയ്താൽ മതി. അത് ഭയങ്കര ഡിസ്റ്റർബ് ആണ്. ബാക്കി മാമിനും അത് ഡിസ്റ്റർബ് ആണ്. നമ്മൾ ക്ലാസ് മുന്നോട്ട് പോണില്ല. ഇത്രയും നേരം പറഞ്ഞിട്ടുണ്ട് ഭയങ്കര ഡിസ്റ്റർബ് ആയിരുന്നു ക്ലാസ് എന്നാണ് ടീച്ചർ എന്നോട് പറഞ്ഞത്. അപ്പൊ ഞാനാണ് ഈ പറഞ്ഞത് നിങ്ങളുടെ പ്രശ്നം സോൾവ് ചെയ്യേണ്ടതും അവരുടെ പ്രശ്നം സോൾവ് ചെയ്യേണ്ടത് ഞാനൊരാളാ. അപ്പൊ ഞാൻ ഈ ആളുകളുടെ ഒക്കെ പ്രശ്നം സോൾവ് ചെയ്ത അവസാനം എനിക്ക് എന്റെ ചാപ്റ്റേഴ്സ് തീർക്കാതെ ആവുമ്പോ എന്റെ പ്രശ്നം ആര് സോൾവ് ചെയ്യും? പറഞ്ഞല്ലേ? അതൊന്ന് ആലോചിക്കുക നിങ്ങള്. ഓക്കെ, ഇത് തന്നെയാ പ്രശ്നം. അപ്പൊ ഇതൊക്കെ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ നമ്മളെ കൊണ്ട് തന്നെ പറ്റും. അപ്പൊ ഞാൻ സംസാരിച്ച് കുറച്ച് നിർത്തി കഴിയുമ്പോൾ ടീച്ചേഴ്സിനോട് പറയാം, ഒരു ഇടയ്ക്കൊന്ന് ബ്രേക്ക് ചെയ്തിട്ട് അവർക്ക് എന്തെങ്കിലും ആ എടുത്ത ഭാഗത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോന്ന് ഒന്ന് നോക്കി മനസ്സിലാക്കാം. അല്ലെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് എന്തെങ്കിലും പ്ലീസ് മാം പ്ലീസ് എന്നൊക്കെ പറഞ്ഞ ഒരു ജസ്റ്റ് ഒന്ന് 2 അക്ഷരം ടൈപ്പ് ചെയ്തിട്ടാൽ മതി. നീണ്ട ഇതൊന്നും വേണ്ട. നമുക്ക് അവിടെ നോക്കണം, നിങ്ങൾക്ക് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നോക്കണം, നിങ്ങൾ ഇതൊക്കെ ശ്രദ്ധിക്കണമല്ലോ. അപ്പൊ എല്ലാവർക്കും നമുക്ക് ആകെ 2 കണ്ണുള്ളൂ. ഇതൊക്കെ എങ്ങനെ മനസ്സിലാക്കാം? അപ്പൊ അതുകൊണ്ട് ഓക്കെ, അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലാസ്റ്റ് കുറച്ച് സമയമാണ് നമ്മൾ കൊടുക്കാതെ, ഞാനൊക്കെ അങ്ങനെ ചെയ്യുന്നത്. ലാസ്റ്റ് കുറച്ച് സമയം നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലിയർ ചെയ്യാനുണ്ടോ എന്ന് നോക്കുക, അത് മാത്രം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഓക്കെ ആയിട്ട് അവിടെ ഇരിക്കുക, റെഡി ആയിട്ടിരിക്കുക, പറയുന്ന കാര്യങ്ങൾ കേൾക്കുക. ലാസ്റ്റ് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അവർ മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു ഡൗട്ട് ഉണ്ട് എന്നൊന്ന് ടൈപ്പ് ചെയ്യോ, ഡൗട്ട് എന്ന് മാത്രം ടൈപ്പ് ചെയ്യോ, പ്ലീസ് മാം എന്നൊന്ന് പറയോ, എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് കാര്യങ്ങൾ എന്താണെന്ന് അറിഞ്ഞോളൂ. ഓക്കെ, അപ്പൊ ദാറ്റ്സ് ഓൾ. ഓക്കെ, നമ്മൾ നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാണ്. ഫസ്റ്റ് ചാപ്റ്റർ ഈസ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ എ ഹോസ്പിറ്റൽ. എല്ലാവരും ഹോസ്പിറ്റലൊക്കെ പോയിട്ടുള്ളവരല്ലേ? ഇതുവരെ ഹോസ്പിറ്റലിൽ പോകാത്ത ആരും തന്നെ ഉണ്ടാവില്ല അല്ലെ? നോട്ടിന്റെ കാര്യം ഇനിയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാം ക്ലാസ് എടുത്തോളൂ, ക്ലാസ് എടുക്കും മാം. ഓക്കെ, അപ്പോ നമ്മള് ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേരാണ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ എ ഹോസ്പിറ്റൽ. സോ ഓൾ ഓഫ് us have visited a hospital for treatment purpose or any other purpose with our എന്താ പറയാ relatives as a patient, അങ്ങനെ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആസ് എ പേഷ്യന്റ്. ഫ്രണ്ട്സിനെ കൊണ്ടോ റിലേറ്റീവ്സിനോടോ നമ്മൾ സ്വന്തമായിട്ടൊക്കെ ഹോസ്പിറ്റൽസിൽ പോയിരിക്കുകയാണ്. നമ്മൾ ജസ്റ്റ് എന്താ ചെയ്യുക? ഹോസ്പിറ്റലിൽ പോകുന്നു, യു വിൽ ജസ്റ്റ് ടേക്ക് എ കൺസൾട്ടേഷൻ ഓഫ് എ ഡോക്ടർ, അത് പോയിട്ട് കണ്ടു, മരുന്ന് വാങ്ങിച്ചു ഫാർമസിയിൽ നിന്ന്, ആൻഡ് ജസ്റ്റ് ലീവിംഗ് ദ ഹോസ്പിറ്റൽ. ഇത്രയൊക്കെ നമ്മൾ ചെയ്യാറുള്ളൂ. ചിലപ്പോൾ 1 ഡോസ് അഡ്മിറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് ഈ ഒരു സമയത്ത് നമ്മളെ ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു സ്ഥലമാണ് ഹോസ്പിറ്റൽസിൽ പോയിട്ട് അധികം നേരം സ്പെൻഡ് ചെയ്യാൻ നമ്മൾ ആരും ഇഷ്ടപ്പെടുന്ന ഒരു ട്രിപ്പ് പോകുമ്പോൾ ഒന്നുകൂടി കഴിഞ്ഞിട്ട് നാളെ പോയാൽ മതി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് അവിടെ
അവിടെ സ്റ്റേ ചെയ്യാം അല്ലെ. എന്തായാലും ഹോസ്പിറ്റലാണെങ്കിലോ പെട്ടെന്ന് അവിടുന്ന് വിട്ടു പോകണം എന്നുള്ള ഉദ്ദേശത്തോടെ നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുക. എഗെയിൻ ഇവിടെ മ്യൂട്ട് ചെയ്യുന്നില്ല ചില ആൾക്കാര്. ഞാൻ പറയുന്ന സൗണ്ട് ബ്രേക്ക് ചെയ്ത് വരും. ഇനി ഞാൻ ഇനി ഇടയിൽ പറയില്ല, സോറി. ഇനി എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. ദേഷ്യം വരും കുറച്ച് നേരം കഴിയുമ്പോ. നമ്മള് ഫ്രണ്ട്ലി ആണ്, പക്ഷെ ഇനിയും മ്യൂട്ട് ചെയ്തില്ലെങ്കിൽ അവർ ഇവിടെ നിന്ന് ഇടയ്ക്ക് ഓരോരുത്തർ പറയും മ്യൂട്ട് ചെയ്യാൻ പറയേ, അത് ചെയ്യുന്നതൊക്കെ. അപ്പൊ എനിക്കും ഡിസ്റ്റർബൻസ് ആണ്, ഒരു ഫ്ലോ കിട്ടില്ല അങ്ങോട്ട്. ഓക്കെ, അപ്പൊ ഒത്തിരി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഹോസ്പിറ്റൽസിൽ പോകുന്നുണ്ട്. ഫ്രണ്ട്സിന്റെ കൂടെ ചിലപ്പോൾ അവരെ കാണിക്കാൻ പോകുന്നതാകാം, റിലേറ്റീവ്സിന്റെ കൂടെ അവരുടെ പേഷ്യന്റ് ആയതുകൊണ്ട് രോഗം വന്നിട്ട് അവരെയും കൊണ്ട് പോകുന്നതാകാം. ഫോർ ഡിഫറെന്റ് ആയിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഹോസ്പിറ്റൽസിൽ പോകുന്നതാകാം. പക്ഷേ ബൈ വിസിറ്റിംഗ് എ ഹോസ്പിറ്റൽ വി കനോട്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഓൾ തിങ്സ് ആർ ഗോയിങ് ഓൺ ഇൻ എ ഹോസ്പിറ്റൽ, വിച്ച് ആർ ദ ഡിപ്പാർട്ട്മെന്റ്സ് വർക്കിംഗ് അണ്ടർ എ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിൽ ഏതൊക്കെ തരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ അവിടെ ചെയ്യുന്നത് എന്നൊന്നും നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇത്തരം ഒരു ചെറിയൊരു ട്രീറ്റ്മെന്റിന് വേണ്ടി നമ്മൾ പോകുമ്പോൾ. സോ വി ഹാവ് ടു നോ which are the different departments in a hospital. അപ്പൊ നമ്മൾ ഇന്ന് ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റുകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്നത്. അക്കോർഡിംഗ് ടു ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓർ അക്കോർഡിംഗ് ടു ദ സൈസ് ഓഫ് ദ ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ്സ് ആർ ക്ലാസിഫൈഡ് മെയിൻലി ഇൻടു 3. പ്രധാനമായിട്ട് ഹോസ്പിറ്റലിന്റെ ഡിപ്പാർട്ട്മെന്റുകളെ ബ്രോഡ്ലി ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻടു 3. 3 ആയിട്ടാണ് പ്രധാനമായിട്ടും തരംതിരിച്ചിരിക്കുന്നത്. The first one is medical department, second one is supportive department, and the third one is administrative department. ആദ്യം ആ 3 ക്ലാസിഫിക്കേഷൻസ് ഒന്ന് പഠിക്കുക. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് നമ്മൾ ഇങ്ങനെ തരംതിരിച്ചൊന്നും പഠിച്ചിട്ടുണ്ടാവില്ല. കാർഡിയോളജി വിഭാഗത്തിൽ പോകണം, ENT വിഭാഗത്തിൽ പോകണം, അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മൾ ഓർക്കുള്ളൂ അല്ലെ. സ്കിൻ ഡോക്ടറെ കാണണം, അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളൂ. പക്ഷെ ഇത്തരം എന്താ പറയാ ഒരു ക്ലിയർ കട്ട് ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷനോ ഓരോ ഡിപ്പാർട്ട്മെന്റ് ഹൗ ഇറ്റ് ഈസ് ഡിഫൈൻഡ്, എന്താണ് അവിടെ നടക്കുന്നത് എന്നുള്ള ഡെഫിനിഷൻസ് ഒന്നും നമുക്കറിയില്ല. സോ ഹിയർ വി ആർ ഗോയിങ് ടു ലേൺ ഓർ സ്റ്റഡി വിച്ച് ആർ ദ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് എ ഹോസ്പിറ്റൽ ആൻഡ് ഹൗ ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ആൻഡ് വൈ ദിസ് ക്ലാസിഫിക്കേഷൻ എന്നൊക്കെയാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ മെഡിക്കൽ ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ് ഈസ് ഡിവൈഡഡ് ഇൻടു 3. പ്രധാനമായിട്ട് 3 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്സ്. So in this first classification, that is medical department, ആദ്യത്തെ വിഭാഗമാണ് medical department. What type of treatment to be given to a patient, അതാണ് ഇവിടെ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിനെ ഇങ്ങനെ തരംതിരിക്കാനുള്ള കാരണം. That means medical department is divided into 2. 2 ആയിട്ടാണ് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് according to the type of treatment given. എന്ത് തരത്തിലുള്ള എന്താ പറയുക ചികിത്സയാണ് കൊടുക്കുന്നത്. That is OPD and IPD. എന്താണ് OPD? ഷോർട്ട് ഫോംസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. And IPD. OPD for outpatient department. OPD. O for outpatient and D department, outpatient department. Then the second one is IPD. Inpatient department. Inpatient department ആണ്. ഇവിടെ എന്താ പറയാ ഒരു രോഗി വരുമ്പോ while they are diagnosing the disease, എന്ത് രോഗമാണെന്ന് ഡയഗ്നോസിസ് ചെയ്ത് according to the severity or according to the seriousness of the illness, ഏത് തരത്തിലുള്ള രോഗത്തിന്റെ ഗൗരവം മനസ്സിലാക്കി whether the patient have to be admitted or not, അല്ലെങ്കിൽ വേണ്ട അഡ്മിറ്റ് ചെയ്യണോ വേണ്ടേ എന്നൊക്കെ തീരുമാനിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിനെ 2 രീതിയിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. And it is known as OPD, outpatient department, and IPD, inpatient department. അത്രയും മാത്രം ഇപ്പൊ തൽക്കാലം അറിഞ്ഞിരിക്കുക. We have a detailed chapters of each and every department. ഓരോ ചാപ്റ്ററും വിശദമായിട്ട് ഓരോ ചാപ്റ്റർ ആയിട്ട് പഠിക്കാനുണ്ട്. ഇപ്പൊ ജസ്റ്റ് നിങ്ങൾ ഇത് പഠിച്ചിരിക്കുക. നമ്മൾക്ക് ഈ ചാപ്റ്ററിൽ തന്നെ ഇതിന്റെ കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ആയിട്ടുള്ള ഡീറ്റെയിൽസ് പഠിക്കാനുണ്ട്. സോ പേര് ഓർത്തിരിക്കുക. നമ്മുടെ ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ്സ് ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻടു 3. പ്രധാനമായിട്ട് 3 ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു. അതിൽ ഫസ്റ്റ് വൺ ഈസ് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്. ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ ആണ് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, വിച്ച് ഈസ് അഗൈൻ സബ്ഡിവൈഡഡ് ഇൻടു OPD ആൻഡ് IPD. അതിനെ വീണ്ടും OPD, IPD എന്നീ രീതിയിൽ അതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. OPD, outpatient department, in which this department means എന്താണ്, in which this department the patients only for the consultation for a day, ഒരു ദിവസത്തെ ചികിത്സയ്ക്ക് വേണ്ടി മാത്രമാണ് ഈ OPD വിഭാഗത്തിൽ എന്ത് ചെയ്യുന്നുള്ളൂ പേഷ്യൻസ് വരുന്നു. Then the next one is IPD, inpatient departments. Here the patients who are about serious illness or serious disease come to the hospital for admission. കൺസൾട്ടേഷൻ ആൻഡ് അഡ്മിഷൻ. അവിടെ കൺസൾട്ടേഷൻ നടത്തുന്നു, ചിലപ്പോൾ അവരെ കിടത്തേണ്ടി വരുന്നു, അഡ്മിറ്റ് ചെയ്യേണ്ടി വരുന്നു. ഇതിനെയാണ് നമ്മൾ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് വിളിക്കുക.
ക്ലിയർ ആയി കാണും എന്നാണ് തോന്നുന്നത്. ആൻഡ് സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ, വീണ്ടും ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ആണ് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്. OPD ഡിപ്പാർട്ട്മെന്റ് ഒന്നും കൂടി മേഡം. OPD, outpatient departments. Here the patients coming to the hospital only for taking a consultation for a day. ഒരു ദിവസത്തിൽ അധികമില്ല. 24 hours-ന് താഴെ, 24 hours-ന്റെ താഴെ എന്ന് വെച്ചാൽ ചില ഹോസ്പിറ്റൽസിലെ നമ്മളിപ്പോ രാവിലെ പോകുന്നു, അവിടുത്തെ ഹോസ്പിറ്റൽസിന്റെ എന്താ പറയാ അഡ്വാൻസ്മെന്റും അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ടെക്നോളജീസിന്റെ അഡ്വാൻസ്മെന്റും ഒത്തിരി വലിപ്പമുള്ള ഹോസ്പിറ്റൽസിലൊക്കെ ആണെങ്കിൽ അവിടെ കൺസൾട്ടേഷൻ പോയി അപ്പൊ തന്നെ ഒന്നും പോരാൻ പറ്റില്ല. നമ്മുടെ അടുത്തുള്ള വല്ല ക്ലിനിക് ഹോസ്പിറ്റൽസിലൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പോയിട്ട് അരമണിക്കൂറോ 1 മണിക്കൂറോ ഒക്കെ കഴിയുമ്പോൾ നമുക്ക് പോരാൻ പറ്റും. പക്ഷെ ചില ഹോസ്പിറ്റൽസ് ഉണ്ട് ഭയങ്കര എന്താ പറയാ അവിടുത്തെ എന്താ പറയാ ഡീലിങ്സ് പേഷ്യൻസിന്റെ പല ഡിപ്പാർട്ട്മെന്റ്സ് റൺ ചെയ്തതുകൊണ്ട് അവിടെ ഒത്തിരി ടൈം എടുക്കും. അപ്പൊ ചിലപ്പോ കാലത്ത് പോയി പിന്നെ മരുന്നൊക്കെ വാങ്ങിച്ചു, പിന്നെ വൈകുന്നേരം ആകുമ്പോഴേക്കും വീട്ടിലേക്ക് തിരിച്ചു പോന്നു. ഓൺലി ദ ബൗണ്ടറീസിൽ, നമ്മൾ ആ ഹോസ്പിറ്റൽ ബൗണ്ടറീസിൽ വി ആർ സ്പെൻഡിങ് ഓൺലി ഫോർ എ ഡേ ഓർ ലെസ് ദാൻ 24 hours. ഏകദേശം 24 മണിക്കൂറിൽ താഴെയാക്കിയേ നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്യുന്നുള്ളൂ. വൈകുന്നേരം ആകുമ്പോഴേക്കും എങ്ങനെ വന്നാലും നമ്മൾ തിരിച്ചെത്തുന്നു വീട്ടിലേക്ക്. അതൊന്ന് OP ടിക്കറ്റ് എടുക്കാന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? OP ടിക്കറ്റ് എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം ഡോക്ടറെ കാണുക, ഡോക്ടറെ കണ്ട് മരുന്ന് മേടിക്കുക, അതിന് വേണ്ടി മാത്രം നമ്മൾ പോകുന്നു. കൺസൾട്ടേഷന് വേണ്ടി മാത്രം പോകുന്നു. അഡ്മിഷൻ ഇല്ല. അഡ്മിഷൻ ഇല്ലാതെ കൺസൾട്ടേഷന് വേണ്ടി മാത്രം പോകുന്ന ഡിപ്പാർട്ട്മെന്റിനെയാണ് നമ്മൾ OP ഡിപ്പാർട്ട്മെന്റ്. ജസ്റ്റ് മ്യൂട്ട് ചെയ്ത് വെക്കിപ്പോ. മ്യൂട്ട് ചെയ്യും. എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ലാസ്റ്റ് ഞാൻ സമയം തരും. ഹലോ മാഡം. ഹലോ ഹലോ മാഡം. ലേറ്റ് ആയിട്ടാ ക്ലാസ്സിൽ കയറിയ. ഹലോ ലേറ്റ് ആയിട്ടാ ക്ലാസ്സിൽ കയറിയ മാഡം. ശരി, മ്യൂട്ട് ചെയ്യും. പറഞ്ഞു. ഓക്കെ, ദെൻ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ, നമ്മളുടെ ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ആണ് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്. സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്, ഈസ് ഇറ്റ് ക്ലിയർ നൗ? ഇപ്പൊ ഡിസ്റ്റർബൻസ് ഉണ്ടോ? ആരെങ്കിലും മ്യൂട്ട് ചെയ്യാത്തതുണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ടാ ഒന്ന് റേസ് ചെയ്യോ ഹാൻഡ്. ആരെങ്കിലും ഉണ്ടോ ഇനി മ്യൂട്ട് ചെയ്യാൻ? കുഴപ്പമില്ല. ശരി, ഓക്കെ. അപ്പോൾ second classification of hospital department is supportive department. You see that in hospitals not only the treatments are done. അല്ലെ, നമ്മളിപ്പോ രോഗികളെ ശുശ്രൂഷിക്കുന്നു, കിടത്തി ചികിത്സിക്കേണ്ടവരാണെങ്കിൽ അവരെ അഡ്മിറ്റ് ചെയ്യുന്നു. ഇത് മാത്രമല്ല നടക്കുക. For the proper functioning of a hospital. ഒരു ഹോസ്പിറ്റലിൽ there are many kind of operations. ഒരുപാട് കാര്യങ്ങൾ ഒരു ഹോസ്പിറ്റലിൽ നടക്കുന്നുണ്ട്. ഡേ ടു ഡേ ഓപ്പറേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാടുണ്ട്. അതിനെയൊക്കെ മാനേജ് ചെയ്യാനാണല്ലോ നമ്മൾ പഠിക്കുന്ന ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കോഴ്സ്. അത് അന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇവിടെ ഈ പറയുന്ന ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്നതിനേക്കാൾ ഉപരി അവിടെ ഒത്തിരി വേറെ ഓപ്പറേഷൻസും കണ്ടക്ട് ചെയ്യപ്പെടുന്നുണ്ട്. സോ അത് എന്തിനു വേണ്ടിയിട്ടാ? ടു സപ്പോർട്ട് ദ ട്രീറ്റ്മെന്റ്. ഈ പറയുന്ന പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന ട്രീറ്റ്മെന്റ് എന്ന് പറയുന്ന സർവീസസിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരുപാട് വേറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. സോ അതിനു വേണ്ടിയിട്ടുള്ള മൊത്തത്തിലുള്ള കളക്റ്റീവ്ലി ആ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിനെയും കൂടിയാണ് നമ്മൾ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് എന്ന് വിളിക്കുക. That means the supportive departments are the department which supports the hospital administration as a whole. ഹോസ്പിറ്റലിനെ മൊത്തത്തില് എല്ലാ കാര്യങ്ങളിലും സപ്പോർട്ട് ചെയ്യുന്ന ചില ഡിപ്പാർട്ട്മെന്റുകൾ കൂടിയുണ്ട്. അതാണ് മൊത്തത്തിൽ നമ്മൾ എന്ത് പറയുക പേരിൽ അറിയപ്പെടുന്നത്, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടുക. ദിസ് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ഈസ് again classified into 4. 4 ആയിട്ടാണ് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. Which is therapeutic departments, general departments, diagnostic departments and informative departments. നമ്മുടെ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ വീണ്ടും 4 ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട്. എന്തുകൊണ്ട്? വൈ ദിസ് ക്ലാസിഫിക്കേഷൻ? എന്തിനാ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? അത് അവിടെ ഈ ഓരോ ഈ പറയുന്ന തെറാപ്യൂട്ടിക്കില് what all types of services are provided. Then general, അവിടെ എന്തൊക്കെ സർവീസസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഡയഗ്നോസ്റ്റിക്, അവിടെ എന്തൊക്കെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു? അപ്പൊ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസിന്റെ ബേസിസിലാണ് ഈ പറയുന്ന 4 ക്ലാസിഫിക്കേഷൻസ് വീണ്ടും വന്നിരിക്കുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് സീ ഈച്ച് ആൻഡ് എവരി വൺ. തെറാപ്യൂട്ടിക് ഡിപ്പാർട്ട്മെന്റ് ആണ് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്. സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിനെ ആദ്യം ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് തെറാപ്യൂട്ടിക്. തെറാപ്യൂട്ടിക് മീൻസ് എന്താണ്? അതിന്റെ മീനിങ് എന്താണ്? തെറാപ്യൂട്ടിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീലിംഗ് വിത്ത് ഹീലിംഗ് ഓഫ് ഡിസീസസ്. അതായത് നമ്മളുടെ രോഗത്തെ ഹീൽ ചെയ്യുക.
ക്യൂർ ചെയ്യുക എന്നുള്ളതാണ് ഈ പറയുന്ന ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്നത്. ഈ എങ്ങനെയൊക്കെയാണ് നമുക്ക് നമ്മുടെ രോഗത്തെ ഹീൽ ചെയ്യാൻ പറ്റും, എങ്ങനെ നമുക്ക് രോഗം മാറ്റാൻ പറ്റും? ബൈ ഹാവിംഗ് അവർ മെഡിസിൻസ് റെഗുലർലി ആസ് ദ ഇൻസ്ട്രക്ഷൻസ് ഗിവൺ ബൈ ദ ഫിസിഷ്യൻ ഓർ സ്പെഷ്യലിസ്റ്റ്. നമ്മളെ നോക്കുന്ന ഡോക്ടർമാര്, അത് സ്പെഷ്യലിസ്റ്റ് ആകാം അല്ലെങ്കിൽ ഫിസിഷ്യൻ ആകാം, അവര് നമുക്ക് കുറെ ഇൻസ്ട്രക്ഷൻസും കഴിക്കാനുള്ള മരുന്നുകളും ഒരു കോഴ്സ് ഒക്കെ നമ്മളോട് പറഞ്ഞു തരും. അത് എഴുതി അവിടുന്ന് ഫാർമസിയിൽ നിന്ന് തരും അല്ലെ. ഇത് നമുക്ക് മരുന്ന് കഴിക്കണം. സോ ദ പ്ലേസ് വേർ മെഡിസിൻസ് ആർ പ്രൊവൈഡഡ്, അതാണ് ഫാർമസി എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ രോഗത്തെ ഇല്ലാതാക്കാനുള്ള ആദ്യത്തെ ഒരു സ്ഥലം അത് ഫാർമസിയാണ്. അതുകൊണ്ടാണ് ഇത് കംസ് അണ്ടർ തെറാപ്യൂട്ടിക് ഡിപ്പാർട്ട്മെന്റ്. അതുകൊണ്ടാണ് അത് ഇതിൽ വന്നത് തെറാപ്യൂട്ടിക് ഹീലിംഗ് ഓഫ് ഡിസീസസിൽ വന്നത്. രോഗം മാറണമെങ്കിൽ ഡോക്ടറെ കണ്ടത് രോഗം മാറില്ല. ഡോക്ടറെ പോയി കൺസൾട്ട് ചെയ്തു, അദ്ദേഹം കുറെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നു, മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്യുന്നു, അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന രോഗം മാറില്ലല്ലോ. നമുക്ക് ഡോക്ടറിന്റെ റൂം വിട്ട് ഡോർ കടന്ന് പുറത്തേക്ക് ഇറങ്ങി നമ്മുടെ രോഗം മാറുമോ? നോ, വി ഹാവ് ടു ഹാവ് അവർ മെഡിസിൻസ് ആസ് പെർ ദ ഇൻസ്ട്രക്ഷൻസ് ഓഫ് ദ ഡോക്ടർ. ഡോക്ടർ തരുന്ന ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് മരുന്ന് കഴിക്കുമ്പോഴാണ് നമ്മുടെ രോഗം മാറുക. സോ വി ഹാവ് ടു കളക്ട് അവർ മെഡിസിൻസ് ഫ്രം ദ ഫാർമസി. So pharmacy is the department which provides medicines according to our disease. നമുക്ക് വേണ്ട നമ്മളുടെ രോഗത്തിന് അനുസരിച്ചുള്ള മരുന്നുകൾ ഡോക്ടേഴ്സ് കുറിച്ച് തരുമ്പോൾ അത് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥലം, അതിനെയാണ് നമ്മൾ ഫാർമസി എന്ന് വിളിക്കുക. അപ്പൊ രോഗം മാറാനുള്ള ഒരു കാര്യം അല്ലെ, ഹീലിംഗ് ഓഫ് ഡിസീസിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആയി ഫാർമസി എന്ന് പറയുന്നത്. ദെൻ കംസ് അടുത്തത് എന്താ, തെറാപ്യൂട്ടിക്കിൽ വരുന്ന ഹീലിംഗിൽ തന്നെ വരേണ്ടത് ഏതാ? ഫിസിയോതെറാപ്പിയാണ്. എന്താണ് ഫിസിയോതെറാപ്പി? തെറാപ്പീസ് വിച്ച് ഇസ് ഗിവൺ ടു അവർ മസിൽസ് ആൻഡ് ബോൺസ്. അതായത് നമ്മുടെ എല്ലുകൾക്കുണ്ടാകുന്ന ക്ഷതങ്ങള്, ചിലപ്പോൾ പാരലൈസ്ഡ് ആയി പോകുക, ചിലർക്കൊക്കെ സ്ട്രോക്ക് ഒക്കെ വന്നിട്ടേ ഒരു വശമൊക്കെ തളർന്നു പോകുക, ഫേസ് ഒക്കെ കുറച്ച് ഇങ്ങോട്ടേക്കൊക്കെ ഇങ്ങനെയൊക്കെ കോടിയിരിക്കുക, രോഗത്തിന്റെ ഇതുകൊണ്ടാണ്. അപ്പൊ അതൊക്കെ കുറെയൊക്കെ നമുക്ക് can be cured by following some therapies. കുറച്ച് തെറാപ്പി ട്രീറ്റ്മെന്റുകൾ കൊടുത്താൽ അതൊക്കെ നമുക്ക് വേണമെങ്കിൽ അതൊക്കെ ഓക്കെ ആക്കാൻ പറ്റും, ക്യൂർ ചെയ്യാൻ പറ്റും. മാക്സിമം ലിമിറ്റ് ഒരു പരിധി വരെ നമുക്ക് അത് പറ്റും. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് അതും ഒരു രോഗം ഇല്ലാതാക്കുന്ന ഹീൽ ചെയ്യാനുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. അതുകൊണ്ട് ഫിസിയോതെറാപ്പി ഓൾസോ കംസ് അണ്ടർ തെറാപ്യൂട്ടിക് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് എല്ലാം കൂടി ഒരുമിച്ചാണ് നമ്മൾ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പേര് പറഞ്ഞേക്കണേ. എഗെയിൻ അവർ പ്രൊവൈഡ് ചെയ്യുന്ന അക്കോർഡിംഗ് ടു ദ സർവീസസ് പ്രൊവൈഡഡ്, എഗെയിൻ വി ആർ ക്ലാസിഫൈഡ് ഇൻ ടു ഡിഫറെന്റ് കാറ്റഗറീസ്. അതിനെ വീണ്ടും പല കാറ്റഗറി ആയിട്ട് തരംതിരിച്ചിരിക്കുകയാണ്. അതിൽ തെറാപ്യൂട്ടിക്കിലാണ് മരുന്ന് കഴിക്കണം, ഫാർമസി, ഫിസിയോതെറാപ്പി, തെറാപ്പീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന നമ്മുടെ മസിൽസ് സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മസിൽസ് ഒക്കെ ഓക്കെ ആക്കാൻ, നടക്കാൻ ബുദ്ധിമുട്ടുള്ളവര്, കൈകാലുകൾക്ക് ഒത്തിരി പെയിൻഫുൾ ആകുന്നവര്, കുറച്ച് പ്രായമൊക്കെ ചെല്ലുമ്പോഴൊക്കെ ഉണ്ടാകും. അപ്പൊ കുറെയൊക്കെ ഒരു പരിധിവൊക്കെ ഇതിനെയൊക്കെ എന്താ പറയാ ക്യൂർ ചെയ്യാൻ, അതിനെയൊക്കെ ഡിക്രീസ് ചെയ്യാൻ, അത്തരം വേദനകളും മറ്റു കാര്യങ്ങളൊക്കെ കുറയ്ക്കാനും ഈ പറയുന്ന തെറാപ്പീസ് കൊണ്ട് സാധിക്കും. ഫിസിയോതെറാപ്പി എന്നൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ട്. ഇന്നത്തെ ഫിസിയോതെറാപ്പി എന്ന് കേൾക്കാത്ത ആരാണുള്ളത്? ഇഷ്ടംപോലെ എല്ലാവർക്കും നമ്മൾ കേട്ടുന്ന ഫിസിയോതെറാപ്പിക്ക് കൊണ്ടുപോയി. തെറാപ്പി ഒരു ട്രീറ്റ്മെന്റ് ആണ്. അത് നമ്മൾ എന്താ പറയാ, അത് ഈ പറയുന്ന മസിൽസിനൊക്കെ അല്ലെങ്കിൽ ബോൺസിനൊക്കെ ഉണ്ടാകുന്ന പലതരത്തിലുള്ള ഇൻകേപ്പബിലിറ്റീസ്, നടക്കുന്നതിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും മറ്റൊക്കെ മ്യൂട്ട് ചെയ്യാത്ത ആരോണ്ടിട്ട വീണ്ടും അൺമ്യൂട്ട് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ലാസ്റ്റ് ഒരു 10 minutes ഞാൻ തരും പ്ലീസ്. ഇതൊരു റിക്വസ്റ്റ് ആണ്, ഒത്തിരി പ്രാവശ്യം പറഞ്ഞു. ഇത് ചില്ലറ കാര്യമൊന്നുമല്ല എങ്ങനെ ഇത് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗിവ് ആൻഡ് ടേക്ക് രീതിയിൽ പോകണമെന്ന് ഞാൻ പറഞ്ഞില്ലേ. റംലയാണ് മ്യൂട്ട് ചെയ്യാത്തതെന്നാണ് എല്ലാവരും പറയുന്നത്. ഓക്കെ, സോ അപ്പൊ ഫിസിയോതെറാപ്പി ഈസ് ഓൾസോ എ ഹീലിംഗ് ഓഫ് ഡിസീസ് പ്രോസസ്. ഒരു നമ്മുടെ രോഗങ്ങളെ ഹീൽ ചെയ്യുന്ന ഒരു പ്രോസസ് തന്നെയാണ് ഫിസിയോതെറാപ്പി. അതുകൊണ്ടാണ് അതും തെറാപ്യൂട്ടിക് ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിൽ വന്നത്. ദെൻ അഗൈൻ ഒരെണ്ണം കൂടിയുണ്ട്, ഡയറ്ററ്റിക്സ്. വി ഹാവ് ടു ഫോളോ സം ഡയറ്റ്സ് which is instructed by the physician. നമുക്കിപ്പോ എന്തെങ്കിലും രോഗമായിട്ട് ചെല്ലുമ്പോ ഡോക്ടേഴ്സ് നമ്മളോട് പറയും ഇന്ന ഡയറ്റ് ഫോളോ ചെയ്യണം അല്ലെ, ഷുഗർ അല്ലെങ്കിൽ കൊളസ്ട്രോള് ഒക്കെ ആയിട്ടൊക്കെ ചെല്ലുമ്പോ പല രോഗങ്ങൾക്കുണ്ട്. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്ന് മാത്രമേ, അതിന് മാത്രമേ ഡയറ്റുള്ളൂ, ഷുഗറിനും കൊളസ്ട്രോളിനും മാത്രമേ ഡയറ്റുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, അതിന് എക്സാമ്പിൾ പറഞ്ഞതാ. അങ്ങനെയൊക്കെയാണ് കോമൺ ആയിട്ട് നമ്മൾ കേൾക്കുന്ന അസുഖങ്ങളൊക്കെ. നമ്മൾ പഠിക്കുന്നത് ഡോക്ടർ ആവാനോ നഴ്സ് ആവാനോ, നമ്മൾ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് പഠിക്കുന്നത്. സോ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വിച്ച് ആർ ദ ഡിപ്പാർട്ട്മെന്റ്സ് വർക്കിംഗ് ഇൻ എ ഹോസ്പിറ്റൽ. അതൊക്കെ ഒന്ന് പരിചയപ്പെടണം. അതാണ് നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഡയറ്റ്സ് ഷുഡ് ബി ഫോളോഡ്. അതും കൂടി ചെയ്താലേ ചിലപ്പോൾ നമ്മുടെ രോഗങ്ങൾ കുറയ്ക്കാൻ പറ്റുള്ളൂ, രോഗത്തെ ഇല്ലാതാക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഒരു ഷുഗർ എക്സാമ്പിൾ, ഒരു ഷുഗർ പേഷ്യന്റ് ആണ്, ഡോക്ടറെ അടുത്ത് പോകുന്നു, കൺസൾട്ട് ചെയ്യുന്നു, ഡോക്ടർ ശരി ഇങ്ങനെയൊക്കെ എഴുതി വെക്കുന്നു, മരുന്നുകൾ തരും, ക്യൂർ ചെയ്യാൻ ഉള്ള മരുന്നുകൾ തരും, മരുന്ന് തരുന്നു, പോയി കഴിച്ചോ, അത് മാത്രം പറഞ്ഞ അങ്ങോട്ട് വിടുമോ? ഇല്ല, തീർച്ചയായിട്ടും ഷുഗർ പേഷ്യന്റ് ആണെങ്കിൽ ആദ്യം തന്നെ ഡോക്ടർ പറയും പഞ്ചസാര, ചായ അധികം കുടിക്കാറുണ്ടോ? കുടിക്കണ്ട, പഞ്ചസാര കുറയ്ക്കുക,
ചോറ് കുറയ്ക്കുക, അതിന് പകരം ഒരു ചപ്പാത്തി ആക്കുക, ഫ്രൂട്ട്സ് കഴിക്കുക. അതിൽ ഫ്രൂട്ട്സിലും ഉണ്ട് കുറെ മധുരമുള്ളതൊക്കെ, അതിൽ ചിലതൊക്കെ അവോയ്ഡ് ചെയ്യുക. ഇന്ന വെജിറ്റബിൾസ് ഒക്കെ എന്താ പറയാ ബോയിൽ ചെയ്ത് കഴിക്കുക, എന്താ പറയാ ഈ മസാലകളൊന്നും ചേർക്കാതെ, അങ്ങനെ ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് അവർ തരും. സോ യു ഹാവ് ടു ഫോളോ ദാറ്റ് പർട്ടിക്കുലർ ഡയറ്റ്. അതർവൈസ് യു കനോട്ട് ക്യൂർ യുവർ ഡിസീസ്. നമ്മുടെ രോഗത്തെ ഭേദമാക്കാൻ നമുക്ക് പറ്റില്ല. അപ്പൊ അതും ഈ രോഗ നിവാരണ ഈ രോഗം മാറാനുള്ള ഒരു കാര്യമായതുകൊണ്ട് ദിസ് ഓൾസോ കംസ് അണ്ടർ തെറാപ്യൂട്ടിക് ഡിപ്പാർട്ട്മെന്റ്. അതുകൊണ്ടാണ് തെറാപ്യൂട്ടിക് ഡിപ്പാർട്ട്മെന്റിൽ ഈ 3 കാര്യങ്ങൾ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്: ഫാർമസി, ഫിസിയോതെറാപ്പി ആൻഡ് ഡയബറ്റിക്സ്. ഇത് 3 കൃത്യമായി ചെയ്യുമ്പോൾ വി ക്യാൻ ക്യൂർ അവർ ഡിസീസ്. നമ്മുടെ രോഗം ഇല്ലാതാക്കാൻ പറ്റും. ഒരു പരിധി വരെ വി ക്യാൻ പ്രിവെന്റ് അവർ പർട്ടിക്കുലർ ഡിസീസ്. ഇത്തരം രോഗങ്ങൾ നമുക്ക് വരാതെ തടയാൻ നമുക്ക് സാധിക്കും. സോ ഫോളോ ചെയ്യണമെന്ന് മാത്രം. മരുന്നുകൾ കൃത്യമായി കഴിക്കണം, ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച്. തെറാപ്പീസ് ചെയ്യേണ്ടതാണെങ്കിൽ മാത്രം, എല്ലാത്തിനും പോയി തെറാപ്പി ചെയ്യണമെന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അതിനു വേണ്ടി മാത്രം മസിൽസിനോ ബോൺസിനോ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോ അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം അതും ഒരു ഹീലിംഗ് ഓഫ് ഡിസീസിന്റെ ഭാഗമാണ്. അതുകൊണ്ടാണ്. ദെൻ ഡയറ്റ്സ് ഫോളോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യണം. അല്ലാത്തതിന് എല്ലാത്തിനും ഡയറ്റ് ഫോളോ ചെയ്യണമെന്നല്ല പറഞ്ഞത്. ചില രോഗങ്ങൾക്ക് വേണ്ട ആവശ്യത്തിന് ഫുഡ് കഴിക്കേണ്ടവര് കഴിക്കാതെ പോയാലോ അവർക്ക് അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാകും. സോ അതുകൊണ്ടാണ് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റില് തെറാപ്യൂട്ടിക് ഡിപ്പാർട്ട്മെന്റ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്ന ഫാർമസി, ഫിസിയോതെറാപ്പി ആൻഡ് ഡയറ്ററ്റിക്സ് എന്ന് പറയുന്ന 3 ക്ലാസിഫിക്കേഷൻസ് ആണ്. ഇതെല്ലാം സപ്പോർട്ട് ചെയ്യാണ്. ഒരു രോഗി രോഗവുമായിട്ട് വരുമ്പോൾ രോഗിയെ ചികിത്സിച്ച് വിടുക എന്നുള്ളതിനേക്കാൾ ഉപരി അത് വേണം. ആ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അത്തരം പ്രോസസ് ഒക്കെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നെങ്കിൽ there are some other supports which should be given to this hospital organization. അപ്പൊ ഹോസ്പിറ്റലിന് മറ്റ് പല തരത്തിലുള്ള എന്ത് കൊടുക്കേണ്ടി വരും? സപ്പോർട്ട് കൊടുക്കേണ്ടി വരും. അപ്പൊ അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്യാനുള്ളതാണ് നമ്മുടെ ഈ തെറാപ്യൂട്ടിക് ഡിപ്പാർട്ട്മെന്റ്. Dietetics means the department which have some diet മെഷർമെന്റ്സ്. അതായത് നമുക്ക് ഡയറ്റ് ഫോളോ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന അതാണ്. രോഗം മാറാൻ വേണ്ടിയിട്ടുള്ള എന്താ പറയാ ഡയറ്റ് ഫോളോ ചെയ്യണമല്ലോ, അതിന് വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ്. ഡയറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഡയറ്റീഷ്യൻസ് ഉണ്ടായിരിക്കും. അപ്പൊ ഡയറ്റീഷ്യൻസ് പറയണം എന്ത് ഫുഡാണ് കഴിക്കേണ്ടത്, എന്ത് അവോയ്ഡ് ചെയ്യണം. അപ്പൊ അത് നമ്മൾ ഫോളോ ചെയ്യണം. അത് ഈ ഡിപ്പാർട്ട്മെന്റിനകത്താണ് വരിക. Then next classification of supportive department is general. General means common ആയിട്ടുള്ളത്. ഒരു ഹോസ്പിറ്റലിന്റെ മൊത്തത്തിലുള്ളത്, ട്രീറ്റ്മെന്റിന് വേണ്ടി ഉള്ളതും അതുപോലെ അല്ലാത്തതും ഒരുപാട് കാര്യങ്ങളെ ജനറൽ ആയിട്ട് നമുക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ ഹോസ്പിറ്റൽ ഓർഗനൈസേഷനിൽ വേണ്ട ഒന്നാണ് ജനറൽ ഡിപ്പാർട്ട്മെന്റ്. അണ്ടർ ദിസ് CSHD, ഹൗസ് കീപ്പിംഗ്, കിച്ചൺ, ലോണ്ടറി, സെക്യൂരിറ്റി, മെയിന്റനൻസ് ആൻഡ് മോർച്ചറി ആണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഈ ജനറൽ ഡിപ്പാർട്ട്മെന്റിലാണ് ഇതെല്ലാം കൂടി വരിക. ഏതൊക്കെയാണ്? CSSD, ഹൗസ് കീപ്പിംഗ്, കിച്ചൺ, ലോണ്ടറി, സെക്യൂരിറ്റി, മെയിന്റനൻസ് ആൻഡ് മോർച്ചറി. സോ ലെറ്റ്സ് സീ ഈച്ച് ആൻഡ് എവരി വൺ ബൈ വൺ ആയിട്ട് നമുക്ക് നോക്കാം എന്താണെന്ന്. ജനറൽ ഡിപ്പാർട്ട്മെന്റ് കോമൺ ആയിട്ടുള്ളത്. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ ഈസ് CSSD, സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് ആണ്. Central Sterile Supply Department. As the name indicates, it is the department which use different sterilization procedures to clean each and every surgical equipments and other small and large equipments. ഏതൊരു ഹോസ്പിറ്റലില് നമ്മളുടെ സർജറിക്കും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കൊക്കെ മറ്റു പ്രൊസീജിയേഴ്സ് ഒക്കെ നടത്തുമല്ലോ. ചിലപ്പോൾ സ്റ്റിച്ച് ഇടാനായിരിക്കാം, എന്തെങ്കിലുമൊക്കെ മുറിവുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലീൻ ചെയ്ത് അത് അവിടെയൊക്കെ മരുന്ന് വെക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള എക്യുപ്മെന്റുകളായിരിക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. അപ്പോ അത്തരം കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് കുഞ്ഞതും വലുതൊക്കെ ആയിട്ടുള്ള സിസേഴ്സ്, പിന്നെ സ്കാൽപ്പൽസ്, കുഞ്ഞ് എന്താ പറയാ കത്തി ലൈക്കുള്ള നൈഫ് ഷേപ്പിലുള്ള കുഞ്ഞ് ഇതൊക്കെ കീറിമുറിക്കാനൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങള്, അങ്ങനത്തെ കുഞ്ഞതും വലുതുമായിട്ടുള്ള ഒത്തിരി എക്യുപ്മെന്റ്സ് അവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഈച്ച് ആൻഡ് എവറി എക്യുപ്മെന്റ്സ്, ഈ പറയുന്ന കുഞ്ഞതോ വലുതോ ആയിട്ടുള്ള ഈ എക്യുപ്മെന്റ്സ് ഒക്കെ എന്ത് ചെയ്യണം? ഫ്രം ടൈം ടു ടൈം ഇറ്റ് ഷുഡ് ബി സ്റ്റെറിലൈസ്ഡ്, ക്ലീൻഡ്. അതർവൈസ് വി കാനോട്ട് യൂസ് ഇറ്റ് ഫോർ അനദർ പേഷ്യന്റ്. ഒരാൾക്ക് ഉപയോഗിച്ചത് അത് സ്റ്റെറിലൈസ് ചെയ്യാതെ മറ്റൊരാൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം ഇഫ് ദർ ഈസ് സം ഡിസീസ് വിച്ച് ക്യാൻ ബി ഇൻഫെക്റ്റഡ് ടു അതർ പേഷ്യന്റ്, വേറൊരാൾക്ക് അതെന്താണ് അത് പകരാനുള്ള സാധ്യതകളുള്ള രോഗമുള്ള ആളായിരുന്നു എന്ന് വിചാരിക്കും. ഒരാൾക്ക് അത് ഉപയോഗിച്ചു, കത്രിയോ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചു, അപ്പൊ ആൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള രോഗം, ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള രോഗം, പകരാൻ സാധ്യതയുള്ള രോഗങ്ങളുമായിട്ടുള്ള രോഗിനെയാണ് നോക്കിയത്. തൊട്ടപ്പുറത്ത് വീണ്ടും അടുത്തൊരു പേഷ്യന്റ് വന്നു, ഇതേ സെയിം എക്യുപ്മെന്റ്സ് കനോട്ട് ബി യൂസ്ഡ്, അത് ഉപയോഗിക്കാൻ പാടില്ല. കാരണം ഇത്തരം ഡിസീസസ് എന്ത് ചെയ്യാൻ സാധ്യത, കണ്ടാമിനേറ്റ് ചെയ്യാൻ മറ്റേ ആളിലേക്ക് പകരാനായിട്ടുള്ള സാധ്യതകൾ ഒത്തിരി ഉണ്ട്. സോ അത് എന്ത് ചെയ്യണം? ബിഫോർ യൂസിങ് ഇറ്റ് ഫോർ അതർ പേഷ്യൻസ് വി ഹാവ് ഗെറ്റ് ഇറ്റ് എന്ത് ചെയ്യണം? സ്റ്റെറിലൈസ് ചെയ്തിട്ട് മാത്രമേ ഉപയോഗിക്കാം.
നമ്മളുടെ ഹോസ്പിറ്റൽസിലൊക്കെ അത്ര വലിയ CSSD ഡിപ്പാർട്ട്മെന്റ് ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല, അത്ര കണ്ടിട്ടില്ല. നമ്മളിപ്പോ യൂട്യൂബിലൊക്കെ നമ്മൾ അടിച്ചു നോക്കി കഴിഞ്ഞാൽ ഫോറിൻ കൺട്രീസിലൊക്കെ ഒരു CSSD എന്ന് പറയുന്നത് വലിയൊരു എന്താ പറയാ വാസ്റ്റ് ഏരിയ എന്താ പറയാ ഉൾക്കൊള്ളുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. അതിൽ എന്താ പറയാ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള കുറെ ഇങ്ങനെ ഒരു ഷെൽഫ് മാതിരി ഒരു ക്യാബിൻ പോലെ അതിനകത്തേക്ക് നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും അവിടെ ഉപയോഗിക്കുന്ന പല ഡിപ്പാർട്ട്മെന്റിലും ഇപ്പൊ ലാബിലൊക്കെ കുറെ കുഞ്ഞു എക്യുപ്മെന്റുകളൊക്കെ ഉപയോഗിക്കുമല്ലോ ടെസ്റ്റിനൊക്കെ വേണ്ടിയിട്ട്. ഇത്തരം സാധനങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത് കാറ്റഗറൈസ് ചെയ്ത് സോർട്ട് ചെയ്ത് ഓരോ എന്തെങ്കിലും ട്രേയിലൊക്കെ അവർ വെച്ചിട്ട് ആ ട്രേയെ ഓരോന്നും സോർട്ട് ചെയ്ത് ഈ ഒരു മെഷീൻ ഒരു ഓട്ടോമാറ്റിക് മെഷീൻ ആണ്. ആ മെഷീനിനകത്തേക്ക് ഒരു എൻട്രൻസ് ഉണ്ടായിരിക്കും, ഒരു വാതില് ക്യാബിൻ പോലെ ഒരു ഡോർ പോലെ ഒരു വാതില്. ആ വാതിലിന്റെ അവിടെ ഇങ്ങനെ എന്താ പറയാ ഇങ്ങനെ കയറ്റി വെക്കും. അത് എന്നിട്ട് ഡോർ അടച്ച് കഴിയുമ്പോൾ അതങ്ങനെ പ്രോസസ് ചെയ്ത് കഴുകണം, പിന്നെ ഡിസിൻഫെക്റ്റന്റ് ചെയ്യണം, പിന്നെ എന്താ പറയാ സ്റ്റെറിലൈസ് ചെയ്യണം. ഈ പ്രോസസ് ഒക്കെ കഴിഞ്ഞ് മറ്റൊരു എക്സിറ്റ് വഴി കൂടി ആ സാധനം എടുക്കാൻ പറ്റും. അത് നിങ്ങൾ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ചില കൺട്രീസിലൊക്കെ പല വലിയ ഹോസ്പിറ്റൽസിലും ഉണ്ടാകുമായിരിക്കാം, നമ്മൾ അടുത്ത് കണ്ടിട്ടില്ല. നമ്മൾ അടിച്ചു നോക്കുമ്പോൾ ഫോറിൻ കൺട്രീസിലൊക്കെ പോലത്തെയൊക്കെയാണ് നമുക്കത് കാണാൻ സാധിക്കുക. വീഡിയോസ് അങ്ങനെ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതൊരു സ്റ്റെറിലൈസിങ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഒരു ഹോസ്പിറ്റൽസിൽ ഡിഫറെന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ചെറുതും വലുതുമായിട്ടുള്ള എക്യുപ്മെന്റുകളൊക്കെ സ്റ്റെറിലൈസ് ചെയ്ത് കൊടുക്കാനുള്ള റെസ്പോൺസിബിലിറ്റി ആണ് CSSD ഡിപ്പാർട്ട്മെന്റിനുള്ളത്. സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് ആണ് അതിന്റെ ഫുൾ ഫോം. ഓർത്തിരിക്കണം, സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് is the department which is responsible for the sterilization of each and every small and large equipments which is used for surgery and other procedures. എല്ലാ പ്രൊസീജിയറുകൾക്കും അതുപോലെ തന്നെ സർജറീസിലൊക്കെ ഉപയോഗിക്കുന്ന ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ എക്യുപ്മെന്റും സ്റ്റെറിലൈസ് ചെയ്ത് കൊടുക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. അതിനുവേണ്ടിയുള്ള റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ്. ദെൻ ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓൾസോ ഇൻക്ലൂഡ് ഹൗസ് കീപ്പിംഗ് എന്തായിരിക്കും? നമ്മളെ വീടുകളൊക്കെ കൃത്യമായിട്ടൊക്കെ എന്താ പറയുക ഒതുക്കിയും പെറുക്കിയൊക്കെ വയ്ക്കും അല്ലെ. വീടുകളിൽ അവിടെ ഇവിടെയൊക്കെ വലിച്ചു നെറ്റി ഒക്കെ ഇപ്പൊ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന കുട്ടികളാണെങ്കിൽ സ്കൂളിലൊക്കെ പോയി കഴിയുമ്പോൾ നമ്മളൊരു ഒതുക്കലിലും പെറുക്കലിലും ഒക്കെ കയറും. കുട്ടികളാകുമ്പോൾ അവര് അവിടെ ഇവിടെയൊക്കെ ആ സാധനങ്ങളൊക്കെ വലിച്ചു വാരിക്കിട്ടുണ്ടാവും. അവരുടെ സ്റ്റഡി ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവില്ല, ബെഡ് ശരിയായിട്ട് ഇട്ടിട്ടുണ്ടാവില്ല അല്ലെ. ബെഡിലെ പില്ലോസ് ഒരു സ്ഥലത്തായിരിക്കും, ചിലപ്പോൾ ബെഡ്ഷീറ്റ് ശരിയായി ഇട്ടിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യും. ഇതൊക്കെ ഒന്ന് നോക്കി നടത്തുക. ഒരു ഹോസ്പിറ്റൽസിൽ പേഷ്യൻസ് ഒക്കെ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. ഈ പേഷ്യൻസ് ഡിസ്ചാർജ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ആ ഒരു റൂമിലുള്ള എല്ലാ സാധനങ്ങളും ഒക്കെ മാറ്റി അവിടെ പുതിയ ഷീറ്റ്സോ കവേഴ്സോ പില്ലോ കവേഴ്സോ അവിടുത്തെ ബാക്കി ടോയ്ലറ്റ് വാഷ്റൂമുകളൊക്കെ കൃത്യമാണോ, എല്ലാ കാര്യങ്ങളും ഓക്കെ ആണോ എന്ന് മനസ്സിലാക്കുന്നത്. മാനേജ് ചെയ്യാം. ഓവറോൾ ഒരു മാനേജ്മെന്റ് ആണ്. അവിടുത്തെ ക്ലീൻലിനെസിന്റെ ഓവറോൾ മാനേജ്മെന്റ് ഒക്കെ നോക്കി നടത്തുക. അതാണ് എന്താ ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അതും ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ അത് അവർക്കാണ് അതിന്റെ ചുമതല. ഇപ്പൊ എനിത്തിങ് ഗോസ് ബാഡ്, ഇത്തരം കാര്യങ്ങളൊക്കെ എന്താ പറയാ മോശമായിട്ട് കിടത്താണ്. പേഷ്യന്റ് പോയി കുറച്ച് ദിവസമായി, എന്നിട്ട് അവിടെ പുതിയ പേഷ്യന്റ് ഒന്നും വന്നല്ലേ, പക്ഷെ അന്ന് അവർ പോയിട്ട് എങ്ങനെയാ കിടന്നത് അതുപോലെ ഇപ്പോഴും ആ റൂം കിടക്കുന്നു എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ്. അവരത് നോക്കി മനസ്സിലാക്കി ഇതൊക്കെ ക്ലീൻ ചെയ്യേണ്ട സാധനമാണെങ്കിൽ അടുത്ത ആൾക്കാരിലേക്ക് കൊടുക്കണം. ആരാണ് ക്ലീൻ ചെയ്യണം? ഹൗസ് കീപ്പിംഗ് ആരൊക്കെ ക്ലീൻ ചെയ്യണ്ട. ക്ലീൻ ചെയ്യാന്ന് വെച്ചാൽ അതൊക്കെ കറക്റ്റ് ആക്കി വെക്കണം. ക്ലീൻ ചെയ്യിപ്പിക്കാനുള്ളവരെ കൊണ്ട് അത് ക്ലീൻ ചെയ്യിപ്പിക്കണം. അവിടുത്തെ തുണികൾ എന്തെങ്കിലും വാഷ് ചെയ്യാൻ കൊടുക്കാനുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് മാറ്റി അവരോട് അത് എടുത്തുകൊണ്ട് പോകാൻ പറയണം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തും കാര്യങ്ങളൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടൊക്കെ വെക്കുക എന്നുള്ളതാണ് ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി. Then comes kitchen or canteen, in which the department is for providing hygienic and nutritious food which is to be given to the പേഷ്യൻസിനോ അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സോ ആരെങ്കിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടെ മെനു അനുസരിച്ച് ഇപ്പൊ ഡയറ്റീഷ്യൻസ് മേ പ്രൊവൈഡ് സം ഡയറ്റ് പ്ലാൻ ഫോർ പേഷ്യൻസ്. ചിലപ്പോൾ പേഷ്യൻസിനോട് ഇന്ന സാധനങ്ങൾ കഴിക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ആ ഡയറ്റ് പ്രകാരം ഫുഡ് പ്രൊവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ പേഷ്യൻസിന്റെ മെനു പ്രകാരം അവർക്ക് ഫുഡ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് കിച്ചൺ ഡിപ്പാർട്ട്മെന്റിന്റെ ജോലി. അപ്പൊ അവിടെ പോയിട്ട് എന്ത് ചെയ്യണം? കിച്ചണൊക്കെ ആ ഉണ്ടാക്കുന്ന ആൾക്കാർ, കിച്ചൺ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ അവര് പോയിട്ട് കഞ്ഞിയും കറി വെക്കാനല്ല ഉദ്ദേശിക്കുന്നത്. കിച്ചൺ എങ്ങനെ ഇരിക്കുന്നു, ഹൈജീനിക് ആയിട്ടാണോ? നമ്മളിപ്പോ ഒരു ഭക്ഷണം കഴിക്കുന്ന വിശപ്പ് മാറ്റാനാ. അത് ഉണ്ടാക്കുന്ന സ്ഥലം വൃത്തിഹീനമായിട്ടുള്ള സ്ഥലമാണെങ്കിലോ നമ്മളത് കഴിക്കാമെന്ന് ഒരു വിശന്നാലും കുഴപ്പമില്ല, അത് വേണ്ട ഞങ്ങൾക്ക് എന്ന് വിചാരിക്കും അല്ലെ. അപ്പൊ അതൊക്കെ ഒന്നാമത് നമുക്കറിയാം പേഷ്യൻസ് ആണ്, രോഗികളാണ്. രോഗികൾക്ക് ഇൻഫെക്ഷൻ വരാൻ പെട്ടെന്ന് സാധിക്കും.
കാരണം നമ്മളുടെ ബോഡി ആ ഒരു രീതിയിലാണ്. രോഗം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ ഇതൊക്കെ പോകും, ഇമ്മ്യൂണിറ്റി പവർ കുറയും. അപ്പൊ എന്ത് ചെറിയ ഒരു എന്താ പറയാ ഇൻഫെക്ഷനും നമ്മളിലേക്ക് കടന്നു പിടിക്കും. അപ്പൊ കൊടുക്കുന്ന ഫുഡ് ഹൈജീനിക് അല്ല, നീറ്റ് ആൻഡ് ക്ലീൻ അല്ല, പ്രോപ്പർ ആയിട്ടല്ല അത് കുക്ക് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഫുഡൊക്കെ അലസമായിട്ട് പഴകിയതോ മറ്റൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ പേഷ്യന്റിന്റെ കണ്ടീഷൻ വിൽ ബിക്കം സോ ബാഡ് ആകാൻ സാധ്യതയുണ്ട്. സോ അതൊക്കെ കൃത്യമായിട്ടാണ് ചെയ്യുന്നത്, ഹൈജീനിക് ആയിട്ടാണ്, പ്രോപ്പർ ആയിട്ട് കുക്ക് ചെയ്യുന്നുണ്ട്, ബോയിൽ ചെയ്യുന്നുണ്ട്, ഡിഷസ് ഒക്കെ ക്ലീൻ ചെയ്തിട്ടാണ് അവർ ഉപയോഗിക്കുന്നത്. ഒത്തിരി 12 കൊല്ലം മുമ്പോളം തുടങ്ങി ഇപ്പോഴും പാത്രങ്ങളൊക്കെ അത് തന്നെയാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ അത് വൃത്തിയാക്കിയിട്ടാണോ അടുത്ത സ്റ്റേജിൽ കുക്ക് ചെയ്യുന്നത് എന്നൊക്കെ അവര് നോക്കണം. അതിനുള്ള റെസ്പോൺസിബിലിറ്റി ടീച്ചർ ഓർ ക്യാൻറ്റീൻ ഡിപ്പാർട്ട്മെന്റിനാണ്. Then the next one is laundry. Okay, laundry means എന്തായിരിക്കും laundry? The department which is responsible for cleaning, washing, ironing, then disinfecting the linens which is used by the doctors, patients, then also nurses, staff, etc. അവിടെ ഉള്ള സ്റ്റാഫുമാരായിക്കോട്ടെ, നേഴ്സ് ആയിക്കോട്ടെ, ഡോക്ടേഴ്സ് ആയിക്കോട്ടെ, അവരൊക്കെ ഓരോ ഉടുപ്പുകളൊക്കെ ഇടുന്നത് അതൊക്കെ മിക്കുന്നത് ലിനനാണ്, ലിനൻ മെറ്റീരിയൽ ആണ്. അതുകൊണ്ടാണ് യൂസ് ലിനൻ എന്ന വാക്ക് തന്നെ ഉപയോഗിച്ചത്. അത്തരം മെറ്റീരിയൽസ് കൊണ്ടുള്ള അവരുടെ ഡ്രസ്സൊക്കെ കൃത്യമായിട്ട് പേഷ്യൻസിന്റെ വേറെ, പേഷ്യൻസിന്റെയും ഡോക്ടേഴ്സിന്റെയും തമ്മിൽ കൂട്ടി കുഴക്കാൻ പറ്റില്ല, അതൊക്കെ സോർട്ട് ചെയ്തെടുക്കണം. പേഷ്യൻസിന്റെ അതും പേഷ്യൻസും ഡിഫറെന്റ് വെറൈറ്റീസിലുള്ളവരാണ്. പെട്ടെന്ന് ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുള്ള പേഷ്യൻസ് ഉണ്ട്, എന്ന് വെച്ചാൽ അങ്ങനത്തെ പകർച്ചവ്യാധി രോഗങ്ങളുള്ള പേഷ്യൻസ് ഉണ്ട്, അവരുടേത് വേറെ. അല്ലാത്ത സാധാ പേഷ്യൻസ് അങ്ങനത്തെ അത്തരം രോഗങ്ങളും ഇല്ലാത്ത പേഷ്യൻസും ചിലപ്പോൾ അഡ്മിറ്റഡ് ആയിരിക്കാം. അവരുടെ എന്താ പറയാ പില്ലോ കവേഴ്സും ബെഡ്ഷീറ്റ്സും അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ അത് വേറെ, ഡോക്ടേഴ്സിന്റെ വേറെ. പിന്നെ ഈ ഡോക്ടേഴ്സ് ഒക്കെ ഈ പ്രൊസീജിയർ സർജറീസ് ഒക്കെ ചെയ്യുമ്പോൾ അതിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ സ്പിൽസ് ഒക്കെ നമ്മുടെ മേത്തേക്കൊക്കെ തെറിക്കുമല്ലോ, അതൊക്കെ അവിടെ ഒരു എന്താ പറയാ ഇതൊരു കറ പോലെയൊക്കെ അവിടെ കിടക്കും, അതൊക്കെ കളയണം. അതൊക്കെ കളയാൻ വേണ്ടിയിട്ട് അത് വേറെ. ഒത്തിരി ബോഡി ഫ്ലൂയിഡുകളൊക്കെ തെറിക്കാം, അതൊക്കെ വേറെ. അങ്ങനെ സോർട്ട് ചെയ്ത് ദേ ഹാവ് ടു വാഷ് ആൻഡ് മേക്ക് ഇറ്റ് ക്ലീൻ. അതൊക്കെ ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് ഒക്കെ തിരിച്ച് അതാത് ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ള ഡ്യൂട്ടിയാണ്, റെസ്പോൺസിബിലിറ്റി ആണ് ഏതിനുള്ളത്? ലോണ്ടറി സർവീസ് അല്ലെങ്കിൽ ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ്. അലക്ക് വെച്ച് വൃത്തിയാക്കി അയൺ ചെയ്ത് കൊടുക്കുക. സം തിങ്സ് ഷുഡ് ബി അയൺഡ്. ചിലതൊക്കെ അയൺ ചെയ്യേണ്ടി വരും, ചിലത് കുഴപ്പമില്ല. അപ്പൊ ഡോക്ടേഴ്സിനൊക്കെ ആ ഒരു എന്തെങ്കിലുമൊക്കെ മാർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ, അടയാളങ്ങളൊക്കെ വേറെ ബോഡി ഫ്ലൂയിഡിന്റെ അങ്ങനെയുള്ള മാർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം. ഇപ്പൊ സ്റ്റിച്ചിങ്ങും ഉണ്ടെങ്കിൽ ചിലപ്പോ ചിലതൊക്കെ ടോൺ ചെയ്തിട്ടുണ്ടാവും, നമ്മള് അലക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അവർ ഉപയോഗിച്ചിട്ട് തീറിയോ പറഞ്ഞൊക്കെ ഉണ്ടെങ്കിൽ പറ്റാവുന്നതാണെങ്കിൽ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കുക, റിപ്പയർ ചെയ്ത് കൊടുക്കുക. അതർവൈസ് അവോയ്ഡ് ഇറ്റ്. അത് വേണ്ടാന്നുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് വേറെ പുതിയത് അതിന് പകരം റിപ്ലേസ് ചെയ്യുക. ഇതെല്ലാം ചെയ്യേണ്ടത് ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് ആണ്. Maybe clear? I think next one is security department. That means which provides security to the hospital as a whole. മൊത്തം സെക്യൂരിറ്റി കൊടുക്കുക. അപ്പൊ ചിലപ്പോൾ 1, 2, 3 പേരൊക്കെ അക്കോർഡിംഗ് ടു ദ സൈസ് ഓഫ് ദ ഹോസ്പിറ്റൽ സെക്യൂരിറ്റി വിഭാഗം ഉണ്ടായിരിക്കും. അതിൽ 1, 2, 3 പേരൊക്കെ മോർണിംഗ് ഷിഫ്റ്റിൽ ഇത്ര മണി വരെ ഒക്കെ ഉണ്ടാവും. അടുത്ത ആൾക്കാർ അടുത്തത് ചിലപ്പോൾ ഫ്ലോർ സെക്യൂരിറ്റീസും ഉണ്ടായിരിക്കും. അത് ഹോസ്പിറ്റലിന്റെ വലിപ്പം അനുസരിച്ചാണ്. ഓരോ ഫ്ലോറിലും സെക്യൂരിറ്റീസ് ഉണ്ടാകും. അപ്പൊ that particular security will be taking care of that particular floor. ഓരോ ഫ്ലോറിൽ ഫസ്റ്റ് ഫ്ലോറിൽ ഇന്ന സെക്യൂരിറ്റി. അപ്പൊ അവിടെ ആ ഫ്ലോറിൽ എന്തെങ്കിലുമൊക്കെ പുറത്ത് ഡോക്ടർമാരുമായി ബന്ധപ്പെട്ടത് അതൊന്നുമല്ല, അല്ലാതെ ഏതെങ്കിലും രീതിയിലുള്ള ഇന്റർഫിയറൻസ് മറ്റാളുകളിൽ നിന്ന് പുറത്തുള്ള ആളുകളിൽ നിന്നൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ ഹാൻഡിൽ ചെയ്യേണ്ടത് ഈ സെക്യൂരിറ്റീസ് ആയാലും നോക്കണം. അവരെ ക്ലിയർ ചെയ്യണം, അല്ലെങ്കിൽ അത്തരം എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടോ എന്നൊക്കെ ഇല്ലാതെ എൻഷുർ ചെയ്യണം എന്നുള്ളത് സെക്യൂരിറ്റിയുടെ ജോലിയാണ്. അപ്പൊ അതിന് വേണ്ടി ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരിക്കും. Then comes the maintenance department. Maintenance repairs for different types of machineries. Electricity ആകാം, പലതരത്തിലുള്ള മെഷീനറീസ് ആകാം, അല്ലെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റൽസിലെ ടോയ്ലറ്റിലും മറ്റുമൊക്കെ ഉള്ള വാഷ് ചെയ്യാനുള്ള പൈപ്പുകളോ, വെള്ളം വരുന്ന വാഷ് ബേസിൻസിൽ വെള്ളമില്ല, അല്ലെങ്കിൽ വാഷ്റൂമിൽ വെള്ളമില്ല, എല്ലാം ഉണ്ട്. പക്ഷെ ഇതൊന്നും വർക്കിംഗ് കണ്ടീഷൻസിൽ അല്ലെങ്കിലോ ഇറ്റ് ഷുഡ് ബി മെയിൻറ്റൈൻഡ് ഫ്രം ടൈം ടു ടൈം. ഒക്കെ പ്രോപ്പർ വർക്കിംഗ് കണ്ടീഷൻസിലാക്കി വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അതാണ് മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെന്റ്. പലതരത്തിലുള്ള മെഷീൻസ് വർക്ക് ചെയ്യുന്നുണ്ട് ഓരോ ഹോസ്പിറ്റലിൽ. ഇത് ഏതെങ്കിലും ബ്രേക്ക് ഡൗൺ ആയി പോയി കഴിഞ്ഞാൽ എവറിത്തിങ് വിൽ സ്റ്റാൻഡ് സ്റ്റിൽ, അല്ലെ? എല്ലാം ഒരു സ്റ്റാച്യു പോലെ നിന്നു പോകും, അല്ലെ? ഇപ്പൊ കാർഡിയോളജി വിഭാഗത്തിൽ ഒത്തിരി മെഷീൻസ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിൽ എന്തെങ്കിലും ബ്രേക്ക് ഡൗൺ ആയി പോയി കഴിഞ്ഞാലോ ഏതെങ്കിലും മെഷീനറി, ഇപ്പൊ നമ്മളിവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇത് പെട്ടെന്ന് ബ്രേക്ക് ഡൗൺ ആയാൽ വാട്ട് എവർ ഐ ആം സെയിങ് യു കനോട്ട് അണ്ടർസ്റ്റാൻഡ്. അത് നമ്മുടെ ലൈൻ കട്ടായി പോകും, നമ്മളിവിടെ ബ്രേക്ക് ആയിട്ട് ഇരിക്കും.
നിങ്ങൾ ഞാൻ അവിടെ ഇരുന്ന് ചിലപ്പോൾ എന്തെങ്കിലും പറയും, ചിലപ്പോൾ അത് കട്ടായി പോയി കഴിഞ്ഞാൽ കുറച്ചു നേരം വരെയൊക്കെ കേൾക്കുമെന്ന് വിചാരിക്കും, പക്ഷെ അത് നിങ്ങളിലേക്ക് എത്തില്ല. അപ്പം അത് പ്രോപ്പർ ഫംഗ്ഷൻ ആകണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി മെയിൻറ്റെയിൻ സർവീസ് ഫ്രം ടൈം ടു ടൈം, അല്ലെ? റിപ്പയർമെന്റുകൾ കൊടുക്കേണ്ടതാണെങ്കിൽ റിപ്പയർ ചെയ്ത് അത് സമയാസമയങ്ങളിൽ ഉപയോഗിക്കണം എന്നുള്ളതാണ്. അതാണ് മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ ജോലി. ഓക്കെ, ഇതൊക്കെ നമ്മൾ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോന്ന് പഠിക്കാൻ ഇപ്പൊ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ആൻഡ് ദെൻ ദ ലാസ്റ്റ് വൺ ഇൻ ജനറൽ ഡിപ്പാർട്ട്മെന്റ്. ജനറലിലെ ലാസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് മോർച്ചറി. മോർച്ചറി ഇസ് ദ ഡിപ്പാർട്ട്മെന്റ് വേർ ഡെഡ് ബോഡീസ് ആർ കെപ്റ്റ് ടെമ്പററിലി ഫോർ identification or maybe for investigation purpose or also for forensic purpose. അതായത് നമ്മള് ഡെഡ് ബോഡീസ്, മരിച്ച ആളുകളുടെ ബോഡീസ് വയ്ക്കുന്ന സ്ഥലമാണ്. ചിലപ്പോൾ ഐഡന്റിഫിക്കേഷൻ പർപ്പസിനായിരിക്കാം. ഐഡന്റിഫിക്കേഷൻ പർപ്പസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ സംശയം വരും, എന്താണത് ഐഡന്റിഫിക്കേഷൻ? നമ്മളൊക്കെ ഇങ്ങനെ ഡെയിലി ഒക്കെ എവിടെയെങ്കിലൊക്കെ യാത്ര ചെയ്യുന്നത് ജോലി സംബന്ധമായിട്ടോ ഒക്കെ പോകുന്നവരാണ്. മനുഷ്യന്മാരുടെ സമയമാണ്, എപ്പോഴാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എവിടെയെങ്കിലൊക്കെ പെട്ടെന്നൊക്കെ മരിച്ചു പോയി കഴിഞ്ഞാൽ ഇതാരാണെന്ന് നമ്മുടെ നാട്ടിലുള്ളവർക്ക് പോലും നമ്മൾ ആരാണെന്ന് ചിലപ്പോൾ മനസ്സിലാക്കാത്ത അവസ്ഥയാണ്. ഇന്ന് ആളുകൾക്ക് അധികം അങ്ങനെ ഇന്ററാക്ഷൻസും അത്ര വലിയ കമ്മ്യൂണിക്കേഷൻസും എല്ലാവരും ബിസിയാണ്. സോ മുഖം തന്നെ മര്യാദയ്ക്ക് കാണാനൊന്നും ചിലപ്പോ സമയം കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അറിയില്ല. അപ്പൊ എവിടെയെങ്കിലൊക്കെ വെച്ചിട്ട് ഒരാൾ ഇങ്ങനെ വീണ് മരിച്ചു കിടക്കുന്നു, ആള് ആരാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ആ നാട്ടുകാർക്ക് പറ്റില്ല. സോ ദേ വിൽ ബി ട്രാൻസ്ഫർ ടു ഷിഫ്റ്റഡ് ടു ദ നിയറസ്റ്റ് ഹോസ്പിറ്റൽ. അവിടെ അടുത്തുള്ള ഹോസ്പിറ്റൽസിലേക്ക് അവരെ നീക്കും. കാരണം ആരാണ് മരിച്ചോ ഇല്ലയെന്നൊന്നും അറിയില്ല. അപ്പൊ അവർ മരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഡെഡ് ബോഡീസ് വിൽ ബി കെപ്റ്റ് ഇൻ ദ മോർച്ചറി. അപ്പൊ അവരുടെ റിലേറ്റീവ്സ് മറ്റേതെങ്കിലും മീഡിയാസിലൂടെയോ എന്തെങ്കിലും ഇപ്പൊക്കെ ഷെയർ ചെയ്യാൻ ഒരുപാട് മീഡിയ ഉണ്ടല്ലോ. അപ്പൊ അത് ഷെയർ ചെയ്ത ആളുകളിലേക്ക് എത്തി അവരുടെ ആരെങ്കിലും മിസ്സിംഗ് ആണെങ്കിൽ ഈ ഒരു അടയാളങ്ങളൊക്കെ ഉള്ള ആളാണോ എന്ന് നോക്കി ഐഡന്റിഫൈ ചെയ്ത് പറയാനൊക്കെ കുറച്ച് സമയം എടുക്കും. ഇപ്പൊ മേ ടേക്സ് ഡേയ്സ്, എത്ര വേണമെങ്കിലും ദിവസം എടുക്കും. അപ്പൊ ടിൽ ദാറ്റ് ടൈം ഡെഡ് ബോഡി ഷുഡ് ബി കെപ്റ്റ് വളരെ റെസ്പോൺസിബിൾ ആയിട്ട് അതൊക്കെ കീപ്പ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതിനു വേണ്ടിയാകാം. ഓർ അത് എന്താ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഫോറൻസിക് പർപ്പസിന്. ഈ ഫോറൻസിക് വിഭാഗത്തിലും പല തെളിവെടുപ്പ് സംബന്ധമായോ ഒത്തിരി ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ നടത്താനോ വേണ്ടിയും ഇത്തരം എന്താ പറയാ നമ്മളുടെ മോർച്ചറിയിൽ ഡെഡ് ബോഡീസ് സൂക്ഷിക്കണം. അപ്പൊ അവരുടെ റെസ്പോൺസിബിലിറ്റി, മോർച്ചറി ഡിപ്പാർട്ട്മെന്റ് ഹാവ് ടു കീപ് ദ ഡെഡ് ബോഡീസ് സെക്യൂർ, വളരെ സെക്യൂർ ആയിട്ട് സൂക്ഷിക്കണം. പുറത്ത് ഇത് ആരെങ്കിലും ഡെഡ് ബോഡിയാണ്, ചില എന്താ പറയാ കേസ് സംബന്ധമായ സാധനങ്ങളൊക്കെ ആണെങ്കിൽ ഡെഡ് ബോഡീനെ വരെ പൊക്കിക്കൊണ്ടുപോകും ആൾക്കാര്, പേടിയൊന്നുമില്ല. ഓക്കെ, അപ്പൊ അതൊക്കെ ചിലപ്പോൾ സേഫ് ആയിട്ട് സെക്യൂർ ആയിട്ട് സൂക്ഷിക്കേണ്ട സമയങ്ങളിൽ അവർ റെസ്പോൺസിബിൾ ആണ്. അവര് എന്താ പറയാ റെസ്പോൺസിബിലിറ്റി ഇല്ലാതെ പെരുമാറുക, ഇറസ്പോൺസിബിൾ ആയി കഴിഞ്ഞാൽ അവരുടെ കൈവശം കൊണ്ട് ഏതെങ്കിലും രീതിയിൽ ആ ഡെഡ് ബോഡിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അന്നേരം വലിയ കുഴപ്പത്തിലേക്കൊക്കെ പോകും. സോ അവരുടെ ഡ്യൂട്ടി അത് കൃത്യമായിട്ട് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. സോ ദീസ് ആർ ദ ഡിഫറെന്റ് general departments under general supportive ഡിപ്പാർട്ട്മെന്റിനകത്ത് വരുന്ന ജനറൽ ഡിപ്പാർട്ട്മെന്റിലെ ക്ലാസിഫിക്കേഷൻസ് ആണ് നമ്മൾ ഈ പറഞ്ഞ CSSD, ഹൗസ് കീപ്പിംഗ്, കിച്ചൺ, ലോണ്ടറി, സെക്യൂരിറ്റി, മെയിൻ്റനൻസ് ആൻഡ് മോർച്ചറി. ഇത്രയും ഭാഗം ഞാനൊന്ന് എടുക്കണുള്ളൂ. ബിക്കോസ് അത് കഴിഞ്ഞിട്ടുള്ള 2 ഡിപ്പാർട്ട്മെന്റും കൂടി ഉണ്ട്. ഡയഗ്നോസ്റ്റിക്, ഇൻഫോർമേറ്റീവ്, സപ്പോർട്ടീവ് തന്നെ, ആൻഡ് ലാസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ബിക്കോസ് അതിനു മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്യാനുണ്ട്. അത് നോട്ട് ചെയ്ത് നോട്ട് ബുക്കിലേക്ക് വേഗം എഴുതാൻ ആരും മിണ്ടാതെ ഇരിക്കും. അത് കഴിയുമ്പോൾ ഇടയ്ക്ക് ഞാൻ ചോദിക്കാം എന്തെങ്കിലും ക്ലിയറൻസിന്റെ ആവശ്യമുണ്ടെങ്കിൽ. ഓക്കെ, സോ ലെറ്റ്സ് റൈറ്റ് OPD ഒന്ന് എഴുതാട്ടാ. ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ ഹോസ്പിറ്റൽ എന്ന് എഴുതാം. നോട്ട് ബുക്കില് ചാപ്റ്ററിന്റെ പേര് കൊടുക്കുക. ചാപ്റ്ററിന്റെ നമ്പർ വേണമെന്ന് ഒരു നിർബന്ധമില്ല. ചാപ്റ്ററിന്റെ പേര് എന്റെ ബുക്ക് നിഷ. ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ ഹോസ്പിറ്റൽ. അതിനകത്ത് താഴെ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് എന്ന് എഴുതാം. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് കേട്ട് എഴുതാം. ഒരാള് എന്തെങ്കിലും ഒച്ചുണ്ടാക്കി അപ്പൊ പോകില്ല. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് എന്ന് എഴുതാം. അതിന്റെ താഴെ OPD എന്ന് എഴുതാം. OPD ഒരു ഹൈഫൻ ഇടാം. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ഓൺലി യു ജസ്റ്റ് നോ വാട്ട് ഈസ് OPD ആസ് എ ഫുൾ ഫോം. അതിന്റെ ഫുൾ ഫോം മാത്രം ഇപ്പൊ അറിയാനുള്ളൂ. കൂടുതൽ ഡീറ്റെയിൽ അടുത്ത പേജിൽ മറിച്ചാൽ കാണാം നിങ്ങൾക്ക്. നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞിട്ട് ഇതൊക്കെ എന്തുകൊണ്ടാണോ ഈ പറഞ്ഞോണ്ടിരിക്കണേ എന്നൊക്കെ ചില ആൾക്കാർ വിചാരിക്കും. ഇവിടെ ഉണ്ട് ദേ കണ്ടോ ഒത്തിരി പഠിക്കായിട്ട് വായി നമുക്ക് എഴുതി ഇഷ്ടംപോലെ ഡീറ്റെയിൽ ആയിട്ട് സെന്റൻസ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ വളരെ സിമ്പിൾ സെന്റൻസിൽ അതൊക്കെ എഴുതിയേക്കണേ. ഈ എല്ലാവർക്കും മനസ്സിലാവും, കോമൺ മാൻ വരെ മനസ്സിലാവും. വലിയ പഠിപ്പിന്റെ ഒന്നും ആവശ്യമില്ല ഇതൊക്കെ മനസ്സിലാക്കാൻ. ഓക്കെ, അപ്പൊ നിങ്ങൾ വിചാരിക്കും ഓ ഇതാണ് ഞങ്ങൾ ഇത്ര പാട് കഴിഞ്ഞ ദിവസം എഴുതിയെന്ന്. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ OPD എഴുതിയോ? OPD ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എഴുതിയോ? Second, IPD ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ഹൈഫൻ ഇട്ടത് ചെയ്താ ചെറിയ എക്സ്പ്ലനേഷൻ ഞാൻ തരുന്നുള്ളൂ കേട്ടോ.
ഇൻ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ഐ ക്യാപിറ്റൽ ലെറ്റർ എഴുതണം. ഇൻ പേഷ്യന്റിന്റെ ഐ ക്യാപിറ്റൽ ലെറ്റർ, പേഷ്യന്റിന്റെ പി ക്യാപിറ്റൽ ലെറ്റർ, ഡിപ്പാർട്ട്മെന്റിന്റെ ഡി ക്യാപിറ്റൽ ലെറ്റർ. അതുകൊണ്ടാണ് OPD IPD ഒക്കെ ഫുൾ ഫോം ഷോർട്ട് ഫോം ആയിട്ട് വന്നേക്കണം. ഇൻ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. നെക്സ്റ്റ് അടുത്ത ഹെഡിങ് എഴുതാ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്. സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്. സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് എന്ന് എഴുതിയിട്ട് അതിൽ ഫസ്റ്റ് വൺ തെറാപ്യൂട്ടിക്. തെറാപ്യൂട്ടിക് THERAPUTIC. PEU ഉണ്ട് കേട്ടോ അവര്. തെറാപ്യൂട്ടിക് THERAPEUTIC. തെറാപ്യൂട്ടിക് ഡിപ്പാർട്ട്മെന്റ്. ഒരു ഹൈഫൻ ഇട്ടിട്ട് എഴുതാ ഡിപ്പാർട്ട്മെന്റ്. ഡിപ്പാർട്ട്മെന്റ്സ് that heal diseases. Heal HEAL. മുറിവുണക്കുക, രോഗം ഭേദമാക്കുക, രോഗമുണക്കുക എന്നൊക്കെയാണ് ഹീലിംഗ് ഡിസീസസ്. അതിൽ താഴെ വീണ്ടും സബ് പോയിന്റ് ആയിട്ട് ചെയ്ത എ ഫാർമസി. സബ് പോയിന്റ് ആയിട്ട് എ തെറാപ്യൂട്ടിക്കിന്റെ കീഴിൽ വരുന്നതാ ഫാർമസി. ഫാർമസി PHARMACY. ഒരു ഹൈഫൻ ഇടാ. The place where medicines are provided. The place where WHERE. The place where medicines are provided according to the place where medicines are provided according to the instructions of physician. Instructions. INSTRUCTIONS. Instructions of physician. നെക്സ്റ്റ് ഫിസിയോതെറാപ്പി. അതിനകത്ത് തന്നെയാണ് തെറാപ്യൂട്ടിക്കില് ബി നമ്പർ ബി ഇട. എ ആണ് ഫാർമസി എഴുതിയത്. അടുത്തത് ഫിസിയോതെറാപ്പി. ഫിസിയോതെറാപ്പി PHYSIOTHERAPY. ഫിസിയോതെറാപ്പി ഹൈഫൻ ഇട്ടിട്ട് എഴുതാ the department which provides. ഡിപ്പാർട്ട്മെന്റ് നീട്ടിവൽ ചെയ്തിട്ടുണ്ട്. DEPT എന്ന് ഷോർട്ട് ഫോം എഴുതിയാൽ മതി. ഡിപ്പാർട്ട്മെന്റ് എന്നാ വായിക്കുക. The department which provides therapies 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 to bones, muscles, etc. BONES bones, muscles, etc. നോട്ട് എഴുതുന്നത് വിട്ടു പോകുന്നുണ്ടെങ്കിൽ അവസാനം നിങ്ങൾ ആരോടെങ്കിലും ഇങ്ങനെ ഒന്ന് ഗ്രൂപ്പ് ഇവിടെ നിങ്ങളുടെ സ്ക്രീനിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് ഷെയർ ചെയ്യാൻ പറഞ്ഞാൽ മതി. അവർ ചെയ്തു തരും. സ്പീഡിൽ എഴുതുന്നവരും ഉണ്ടാവും ഇതിനകത്ത്. ഓക്കെ. ഫിസിയോതെറാപ്പി the departments which provide therapies to BONES bones, muscles MUSCLES muscles, etc. Next one, dietetics. 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 The departments which is related to diet. DIET diet. നെക്സ്റ്റ് സി. അടുത്തത് രണ്ടാമത്തെയാണ് ജനറൽ. സപ്പോർട്ടീവിനകത്ത് ജനറൽ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ്. ജനറൽ എന്ന് എഴുതിയിട്ട് അതിന്റെ ഹെഡിങ് എഴുതിയിട്ട് താഴെ എഴുതാ CSSD. ജനറലില് ഫസ്റ്റ് വൺ ആണ് CSSD. CSSD. ഓക്കെ. ഒരു ഹൈഫൻ ഇട്ടിട്ട് എഴുതാ സെൻട്രൽ CENTRAL. സെൻട്രൽ
sterile, 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 central sterile supply, SUPPLY, supply department, sterile supply, central sterile supply department. അതിന്റെ ഫുൾ ഫോം ആണ്. CSSD ഫുൾ ഫോം ഒക്കെ ചോദിക്കാറുണ്ട്. ഒരു ഹൈഫൻ ഇട്ടിട്ട് എഴുതാം. സ്റ്റെറിലൈസേഷൻ ഓഫ് sterilization, STERILIZATION, sterilization of surgical equipments, etc. Surgical equipments, 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 etc. Next one, housekeeping. Housekeeping. Speed teacher class in the samay. Housekeeping. Department which keeps the hospital surroundings clean. Department which keeps KEEPS, keeps the hospital surroundings, SURROUNDINGS, surroundings clean. surrounding, Clean. Next one, kitchen. clean, Kitchen or canteen. Hyphenada, departments responsible, RESPONSIBLE, responsible for providing department responsible for providing hygienic, HYGENIC, hygienic food to the patients. വൃത്തിയുള്ള ശുദ്ധിയുള്ള ആഹാരം പേഷ്യൻസിന് എത്തിക്കാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ ശുദ്ധി ഉണ്ടാവും നോക്കുമ്പോ കൊണ്ടുവരുന്ന പാത്രത്തിൽ ശുദ്ധി ഉണ്ടായിട്ട് പോരാ, കിച്ചൺ സറൗണ്ടിങ്സ് ഒക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആണോ എന്ന് ഉറപ്പുവരുത്തി ആ കിച്ചണിൽ വെച്ച് ഉണ്ടാക്കിയ ഫുഡ് ഇവർക്ക് കൊടുക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ളത് എന്താ പറയാ മേക്ക് ഷുവർ ചെയ്യണം, എൻഷുവർ ചെയ്തിട്ടേ കൊടുക്കാൻ പാടുള്ളൂ. നെക്സ്റ്റ് വൺ, ലോണ്ട്രി. LAUNDRY, പെട്ടെന്ന് ഇതിനെ ലോണ്ട്രി. Departments responsible for washing, 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 comma, disinfect, അണുവിമുക്തമാക്കുക, disinfecting, infecting the opposite, DISINFECTING, disinfecting, comma, sorting, 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 used linen, ഉപയോഗിച്ച വസ്ത്രങ്ങൾ, തുണികളൊക്കെ ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് സോർട്ട് ചെയ്തൊക്കെ കൃത്യമായിട്ട് എത്തിക്കുക എന്നുള്ള റെസ്പോൺസിബിലിറ്റി ഉള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് ലോണ്ട്രി. യൂസ്ഡ് ലിനൻ, LINEN, linen. Next one, security. Hyphenated departments which keeps the floor and hospital secure.
secure, SECCURE, secure. Next one, maintenance, 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 maintenance. The hyphen ഇടാ. Responsible for maintaining and repairing, maintaining and repairing the machineries, comma, equipments, etc. പല മെഷീനറീസ് എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ടല്ലോ ഹോസ്പിറ്റൽസിൽ, അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് റിപ്പയർ ചെയ്ത് സമയാസമയങ്ങളിൽ റിപ്പയർമെന്റുകളൊക്കെ നടത്തി ഉപയോഗിക്കുക. നെക്സ്റ്റ് ആൻഡ് ദ ലാസ്റ്റ് വൺ, മോർച്ചറി, MORTUARY, മോർച്ചറി. ഓക്കെ, ഹൈഫൻ ഇടുക. മോർച്ചറി, ഹൈഫൻ ഇടുക. The department which keeps dead bodies temporarily, for identification, comma, investigation and forensic purpose. Forensic purpose investigation ഒക്കെ വേണ്ടി. ഓക്കെ, ഇത്രയും നമ്മൾ എടുത്തുള്ളൂ. എടുത്ത നോട്ട് ഞാൻ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഐ തിങ്ക് യു ഓൾ ഹാവ് ഫോളോഡ് മൈ ക്ലാസ്. എങ്ങനെയൊക്കെ ഉണ്ടെന്നൊക്കെ നമുക്ക് അടുത്ത ദിവസം ചോദിക്കാമെന്ന് എനിക്ക് തോന്നണേ. കാരണം ഇപ്പൊ സമയം ഓൾറെഡി ലേറ്റ് ആയി. ബിക്കോസ് ആദ്യം തന്നെ കുറെ നമ്മൾ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ. നിങ്ങൾക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് തന്നു. അപ്പൊ ഇതൊക്കെ കൂടി കാരണം ക്ലാസ്സുകൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് തുടങ്ങിയ. അടുത്ത ക്ലാസ്സിലെ ടീച്ചറെ നിങ്ങൾ ഡിസ്റ്റർബ് ചെയ്ത് ചെയ്യാതെ നിങ്ങൾ, അല്ലെങ്കിൽ ഇതുപോലെയൊക്കെ ആയിപ്പോകും. കുറച്ച് ക്ലാസ് കണ്ട 10 മിനിറ്റ് ടീച്ചറിന്റെ ഞാനിപ്പോ എടുക്കേണ്ടി വന്നു. അപ്പൊ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നത് കൊണ്ടാണ് അങ്ങനെ ലേറ്റ് ആയി പോയത്. സോ എല്ലാവരും വായിച്ചു നോക്കുക, നോട്ട് പ്രിന്റ് ഔട്ട് എടുക്കുക, എഴുതി തന്ന നോട്ടുകൾ കൃത്യമായിട്ട് വായിച്ചിട്ടൊക്കെ ക്ലാസ്. ഓക്കെ, താങ്ക് യു, ടേക്ക് കെയർ, ബൈ. മാം ഒരു കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം ഈ ക്ലാസിന്റെ കാര്യത്തെ പറ്റി പറഞ്ഞായിരുന്നല്ലോ, ഗൂഗിളിൽ നമുക്ക് ഇടുമ്പോ നൈറ്റിൽ ഇട്ട് തരുന്ന കാര്യം. മാഡം അത് സംസാരിച്ചോ? സംസാരിച്ചു. പക്ഷെ അവര് ഇപ്പൊ